الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله أما بعد بسم الله الرحمن الرحيم فمن شهد منكم الشهر فليصمه ومن كان مريضا أو على سفر فعدة من أيام أخر صدق الله العلي العظيم كلمتان خفيفتان على اللسان ثقيلتان في الميزان حبيبتان للرحمن سبحان الله وبحمده سبحان الله العظيم صدق رسول الله صلى الله عليه وسلم. പുണ്യമായ ഇൽമിൻ്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ സഹോദരന്മാരെ സഹോദരിമാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത് റമദാനിൽ മറ്റുള്ള സന്ദർഭങ്ങളിലുണ്ടെങ്കിലും റമദാനിൽ പ്രത്യേകം മുഅക്കദായ സുന്നത്തായ കുറേ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്കിന്ന് ഒരു കുറച്ച് സമയം കേൾക്കാം. തറാവീഹിനെ സംബന്ധിച്ച് ഒരു ചെറിയ വിവരണം ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു. അത് നിങ്ങളാരും മറക്കരുത്. എൻ്റെ ക്ലാസ് കേട്ട ഒരു പെണ്ണും മറക്കരുത്. അധിക വീട്ടിലും സ്ത്രീകൾ പരിശുദ്ധ റമദാനിൽ തറാവീഹ് നമസ്കരിക്കാറില്ല. എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായതെങ്ങനെയാണ്. ചില ഉത്തരവാദപ്പെട്ട കുടുംബങ്ങളും സാമ്പത്തിക ശേഷിയുമുള്ള ആളുകളൊക്കെ ഒരു മുസ്ലിയാർ അവിടുത്തെ സ്ത്രീകൾക്ക് തറാവീഹ് ഇമാമത്ത് നിൽക്കാൻ നിർത്താറുണ്ട്. ആ വീട്ടിലുള്ള പെണ്ണ് തറാവീഹ് നമസ്കരിക്കും. ഒരുപക്ഷെ അവർ അയൽവാസി ഒന്നോ രണ്ടോ പെണ്ണുണ്ടാകും. അവിടെ അവരുടെ കുടുംബങ്ങളാണ് നോമ്പ് തുറക്കാൻ അവിടെ നിൽക്കുന്ന അവർക്കും ഉണ്ടാകും. എന്നല്ലാതെ നമ്മളിപ്പോഴത്തെ സാധാരണക്കാരൻ്റെ ഒരു വീട്ടിലെന്തും സ്ത്രീകൾ അങ്ങനെ തറാവീഹ് നമസ്കരിക്കാറില്ല. തറാവീഹ് നമസ്കരിക്കാത്തതിൻ്റെ കാരണം അവർക്ക് ഇമാമത്ത് നിൽക്കാൻ ആളില്ല. അവർക്ക് പൈസ കൊടുത്ത് ഇമാമിനെ വെക്കാനൊന്നും ആവില്ല. ഒരു സാമ്പത്തിക ശേഷി ഇല്ലാത്തവരാണ്. ഈ കാരണം പറഞ്ഞിട്ട് സ്ത്രീകൾ തറാവീഹ് അങ്ങനെ നമസ്കരിക്കാറില്ല. എൻ്റെ മുത്തുമോൾ ചിന്തിക്കണം. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. നല്ല ഇഖ്ലാസോടുകൂടി ഉദ്ദേശശുദ്ധിയോടുകൂടി ആരാണോ തറാവീഹ് നിസ്കരിക്കുന്നത്, ആണാവട്ടെ പെണ്ണാവട്ടെ വലിയവനാവട്ടെ ചെറിയവനാവട്ടെ വയസ്സനാവട്ടെ ആരാണോ നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടി അള്ളാഹുവിൻ്റെ സവാബ് മാത്രം ആസ്പദമാക്കിക്കൊണ്ട് ആരാണോ തറാവീഹ് നമസ്കരിക്കുന്നത്, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ ജീവിതത്തിൽ അന്ന് വരെ വന്നുപോയ സർവ്വതെറ്റുകളും പൊറുക്കപ്പെടാൻ കാരണമാകുന്ന ഒരു അമലാണ് തറാവീഹ് നമസ്കരിക്കൽ. അതുകൊണ്ട് എൻ്റെ സഹോദരിമാർ, എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സഹോദരർ, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ നിസ്കരിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ് നിങ്ങൾക്ക് എങ്കിൽ നിങ്ങൾ തറാവീഹ് നിസ്കരിക്കണം. അതിനൊരു ജമാഅത്ത് നിർബന്ധമൊന്നുമില്ല. ജമാഅത്ത് നിർബന്ധമുള്ള നിസ്കാരം ദുനിയാവിൽ ഒന്നേ ഉള്ളൂ, ജുമാ നിസ്കാരം മാത്രം. അത് ഒറ്റക്ക് നിസ്കരിക്കാൻ പറ്റൂല. അതിന് ഒരു റക്അത്തിൽ ഇമാം ജമാഅത്ത് നിർബന്ധമാണ്. ഒരു റക്അത്തിലേ നിർബന്ധമുള്ളൂ. ഒരു റക്അത്ത് ജുമാ ഇമാം ജമാഅത്ത് നിസ്കരിച്ച് രണ്ടാം റക്അത്ത് വന്ന് നിന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇടവ് പോകേണ്ടിയുണ്ട്. ഞാൻ ഇമാമിനെ വിട്ടു എന്ന് കരുതി രണ്ടാം റക്അത്ത് ഒറ്റക്ക് വേഗം നിസ്കരിച്ച് സലാം വീട്ടി പോയി ചോറും വെച്ച് എനിക്ക് പോകേണ്ട വഴിക്ക് പോവാ. ഇമാമിന്റെ നിൽക്കാൻ എപ്പം തരുന്നാലും കുഴപ്പമില്ല. മോൻ്റെ വീട്ടിൽ ആർക്കോ എന്തോ രോഗമുണ്ട്, കുറച്ച് മാരകമായ രോഗമാണ്. മുമ്പിലുള്ള ജുമാഅത്ത് പള്ളിയാ നോക്ക് പോകാമെന്ന് മനസ്സിലാക്കിയിട്ട് വന്നതാണ്. പക്ഷെ ഇയാളെ നിസ്കാരം തരുന്നില്ല. തീരുള്ളിഞ്ഞ് നിൽക്കണ്ട കേട്ടോ. രണ്ടാം സുജൂദ് കഴിഞ്ഞ് ഇമാമ് നിന്നാൽ നിനക്ക് ഒരു റക്അത്ത് കിട്ടിയല്ലോ. ഇനി ഞാൻ ഇമാമിനെ വിട്ടു എന്ന് കരുതി രണ്ടാം റക്അത്ത് ഒറ്റക്ക് നിസ്കരിച്ച് നിനക്ക് പോകാം, ഒരു തകരാറുമില്ല. ഇതിന് നിസ്കാരം ജമാഅത്ത് തന്നെയാണ്. ഇമാമ് ജമാഅത്ത് നിർബന്ധമുള്ള നിസ്കാരം ഇഹലോകത്തൊന്നേയുള്ള ജുമാ, അതിന്റെ ഒന്നാം റക്അത്തിൽ. മറ്റു ഒരു നിസ്കാരത്തിലും ഇമാം ജമാഅത്ത് നിർബന്ധമില്ല. അതുകൊണ്ട് എൻ്റെ ക്ലാസ് കേട്ട എല്ലാ പെണ്ണുകളും ഈ വരുന്ന റമദാനിൽ ശരീരത്തിന് ശുദ്ധിയുള്ള എല്ലാ സഹോദരിമാരും ആഫിയത്തുണ്ടെങ്കിൽ നിങ്ങൾ തറാവീഹ് നിസ്കരിക്കണം. അതുപോലെ കൊല്ലത്തിൽ 2 പെരുന്നാൾ നിസ്കാരം. അല്ലാഹു തആല റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഇന്ന അഅതൈനാക്കൽ കൗസർ. മുഹമ്മദ് നബിയെ 1,24,000 നബിമാർ ഇഹലോകത്ത് വന്നിട്ട് ആർക്കും നൽകാത്തൊരു നിധി
മുഹമ്മദ് നബിയെ നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. അതേതാ ഹൗദുൽ കൗസർ. അത് റസൂലുള്ളാഹിക്ക് മാത്രമാണ്. അതിന്റെ ആധികാരികമായ അതിന്റെ അവകാശിയും അത് വിതരണം ചെയ്യേണ്ട ആളും ഒക്കെ അള്ളാഹിന്റെ റസൂലാണ്. ഇത്രയും വലിയ നിഅമത്ത് മറ്റാർക്കും തങ്ങൾക്ക് ചെയ്തതിന്റെ പേരിൽ തങ്ങൾ ഇങ്ങോട്ടൊന്ന് ചെയ്യണം. ഫസല്ലി ലിറബ്ബിക്, തങ്ങൾ പെരുന്നാൾ നിസ്കരിക്കണം. ആ വലിയ അനുഗ്രഹത്തെ ശുക്രായിട്ട് പെരുന്നാൾ നിസ്കരിക്കണം. ആ പെരുന്നാൾ നിസ്കാരം മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ ആണിനും പെണ്ണിനും ഒക്കെയുണ്ട്. തറാവീഹ് കൊണ്ട് പറഞ്ഞ പോലെ എല്ലാ വീട്ടിലും പെരുന്നാൾ നിസ്കാരം അങ്ങനൊന്നും ഉണ്ടാവാറില്ല. ഉണ്ടോ? എല്ലാ പെരുന്നാൾക്കാർ അങ്ങനെ ഉണ്ടാകലുണ്ടോ? ഒരു മഹലിൽ 100 പേരേന്ന് പെരുന്നാൾ കച്ചിക്ക് പെണ്ണുങ്ങൾ അങ്ങനൊന്നും ഉണ്ടാകലില്ല. ആണുങ്ങളത് ശ്രദ്ധിക്കാറുമില്ല. പടച്ചോൻ ഖുർആനിൽ കൂടെ നമ്മളോട് ഖൂ അൻഫുസക്കും അഹ്ലീക്കും നാറ, മുഅ്മിനീങ്ങളെ മുസ്ലിമീങ്ങളെ നിങ്ങളൊന്ന് ചെയ്യണം. നിങ്ങളുടെ ശരീരങ്ങളെ മാത്രം നോക്കിയാൽ പോരാ, സ്വന്തം കാര്യം ചിന്താപതാക്കിയാൽ പോരാ. ഖൂ അൻഫുസക്കും അഹ്ലീക്കും നാറ, നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ ഭാര്യമാരുടെ ശരീരങ്ങളെയും നിങ്ങൾ നരകത്തിനത്തോട് നിങ്ങളാണ് സൂക്ഷിക്കേണ്ടത്. ആ ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. ഭർത്താക്കന്മാരാണ് നമ്മളോടാണ് അള്ളാഹു പറയുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഓള് തറാവീഹ് കഴിച്ചിക്കോ, ഓള് പെരുന്നാൾ കഴിച്ചിക്കോ, ഓക്ക് നോമ്പ് വെക്കാനായിക്കോ, ഇതൊന്നും ശ്രദ്ധിക്കുക. എനിക്കൊന്ന് ചോദിച്ചുകൂടെ? അല്ല ഖദീജ, നെട്ടാമത്തെ അവസാനക്ക് ആയതുണ്ടായിട്ട് ഇതുവരെ കുളിക്കാൻ നിൽക്കരിക്കുവാനായിക്കില്ലേ? ഇന്നിപ്പം നിങ്ങൾ തറാവീഹ് നിൽക്കരിച്ച് വന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല. സാധാരണ 8 സ്ഥലമൊക്കെ ഉണ്ടായാല് കൊണ്ട് നാളെ കുളിച്ച് നോമ്പിൽ നോക്കാം. അതിയേക്കെന്നാലെന്ന് പറയല മാപ്പിള. ഇനി ഓളോട് ഇനി ഇപ്പം തന്നെ കുളിക്കുക, ഇന്നത്തെ ഇശാവും ഇന്നത്തെ മഗ്‌രിബിന് നിസ്കരിക്കുക, എന്നിട്ട് ഇനി അത്താഴത്തിന് ചൊവ്വ നോമ്പ് വെക്കുക. അവളോട് പറഞ്ഞൂടെ? അഥവാ അത് നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇത് പറഞ്ഞു, മര്യാദക്ക് അത്താഴത്തിന്റെ ചോറും വെച്ച് കട്ടൻ ചായം കുടിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർള റമദാനി ഹാദിഹി സന, ഈ കൊല്ലത്തെ പരിശുദ്ധ റമദാന്റെ ഫർളാക്കപ്പെട്ട നോമ്പിനെ നാളെ അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റ് വീട്ടുവാൻ എന്ന് കരുതിക്കോ. എന്റെ സ്വബയിൽ നേരം വെളുത്തിട്ട് കുളിച്ചോ, ഒരു ദോഷവുമില്ല. ഒരു ഹൈദുണ്ടായ പെണ്ണിന്റെ ഹൈദ് റമദാന്റെ രാത്രിയാ മാറി ഓൾ അത്താഴത്തിന്റെ ചോറും വെച്ച് നോമ്പ് തീർത്ത് കിടന്ന് ഇത് രാവിലെ 6 മണി കഴിഞ്ഞിട്ട് നേരം വെളുത്തേരെ അവള് ഹൈദിന്റെ നിർബന്ധമായ കുളി കുളിക്കുന്നു. ഒരു ദോഷവുമില്ല, നോമ്പിന് ഒരു തകരാറുമില്ല. ഇതൊന്നും നമ്മളെ നാട്ടിലുള്ള അധിക സ്ത്രീകൾക്കും അറിയില്ല. ഞാൻ ഇപ്പം മറന്നീക്കിയിട്ട് ആളെ പോയി ചോദിച്ചു, അല്ല പെണ്ണുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും റമദാനിൽ നിങ്ങൾക്ക് മാസക്കുളി ഉണ്ടായിട്ട് ആ രക്തം നിന്നാൽ നിങ്ങൾ കുളിക്കുന്നില്ല നോമ്പ് പറ്റിനോ എന്ന് ചോദിച്ചാൽ ഞാൻ എടുത്തു എന്ന് പറയുന്ന ഒരു പെണ്ണ് ഈ സദസ്സിലുണ്ടോ എന്ന് നമ്മളറിയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വയസ്സായ നിനക്ക്? 45 വയസ്സ്. എന്നാ എനിക്ക് മാസം 2 എന്റെ ബുക്ക്. അതുമുതൽ ഇന്ന് വരെ എത്ര പെരുന്നാൾ നിസ്കരിച്ചു? പെരുന്നാൾ ഞാൻ നിസ്കരിക്കില്ല ഉസ്താദെ, നമുക്കൊരു മൊയ്ലാറ് ബുക്കുവാനൊന്നും ആവൂല, ഞാൻ പെരുന്നാൾ നിസ്കരിക്കില്ല. ഇതല്ലേ മറുപടി? അത് എന്റെ ക്ലാസ് കേൾക്കുന്ന മുത്തുമോളെ, ഇനി എന്റെ ജീവിതത്തിൽ എപ്പോഴാ പെരുന്നാൾക്കാരങ്ങ് നിസ്കരിച്ചോളാം. കൊല്ലത്തിൽ 2 ചെറിയ പെരുന്നാൾ വരുന്നാൾ ശരിക്കും പഠിപ്പിച്ച്. അതുപോലെ ഈ കൊല്ലം എല്ലാ ദിവസവും ശരീരശുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ തറാവീഹ് നിസ്കരിക്കണം. ഒറ്റക്കൊറ്റക്ക് നിസ്കരിച്ചു. തറാവീഹ് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലാക്ക് ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ, ഒരു ഫാത്തിഹ, ഒരു ചെറിയ സൂറത്ത്, 2 റക്അത്ത് നിസ്കരിക്കുക, അത്തഹിയ്യാത്ത് സലാം വിട്ട വീണ്ടും തറാവീഹ് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലാക്ക് ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ, ഒരു ഫാത്തിഹ, ചെറിയ സൂറത്ത് 2 റക്അത്തിലും അത്തഹിയ്യാത്ത് സലാം. അങ്ങനെ 20 റക്അത്ത് 10 സലാം കൊണ്ട് ആകെ 20 മിനിറ്റ്, 1 മണിക്കൂർ വേണ്ട, അരമണിക്കൂറും വേണ്ട. എന്റെ മുത്തുമോളെ നിസ്കരിക്കണേ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിസ്കരിക്കണേ, പ്രായമുള്ള ഉമ്മമാരെ നിസ്കരിക്കണേ. അടുത്ത കൊല്ലം ഈ സംസാരം ഞാനും നിങ്ങളും ഉണ്ടാകുമോ? ഉണ്ടെങ്കിൽ തറാവീഹ് നിസ്കരിക്കാൻ കഴിയുമോ? അതിൽ തളർവാദം പിടിച്ച് കിടന്നു പോകുമോ? ഇത് അള്ളാഹു മാത്രം അറിയുന്ന സംഗതിയാണ്. അതുകൊണ്ട് ഈ ടൈം നിങ്ങൾക്ക് അള്ളാഹു നൽകുകയാണെങ്കിൽ ഈ കൊല്ലം ഈ മഹല്ലത്തുള്ള എല്ലാ വീട്ടിലും തറാവീഹ് നമസ്കാരം ഉണ്ടാകണം, തറാവീഹ് നമസ്കാരം ഉണ്ടാകണം, തറാവീഹ് നമസ്കാരം ഉണ്ടാകണം. ഒരുപാട് കാര്യങ്ങളുണ്ട് അറിയുന്ന ആളുകൾക്ക്. ചില ആൾ നോമ്പിന്റെ മകൻ നിസ്കരിക്കൂല, അങ്ങനത്തെ ആളുകളുണ്ടാവും. നോമ്പിന് ഭയങ്കര നിൽക്കാരായിരിക്കും, നോമ്പ് നിൽക്കാരാണ് വെക്കല. നമ്മളിപ്പോഴത്തെ ആണുങ്ങളതായി പറയുന്നത്. സ്വബിയൊക്കെ റെഡിക്ക് നിസ്കരിക്കുന്ന ആണുങ്ങൾ പല നാട്ടിലും വളരെ കുറവ്, ദൂരമൊക്കെ നിസ്കരിക്കുമായിരിക്കും. സുബൈന്റെ കാര്യം പോക്ക. ഒരുപാട് സുബൈകളായുണ്ടാകും, ഒരുപാട് സുബൈ. നിങ്ങൾക്ക് ഒരു മസാല പഠിപ്പിച്ചിട്ടെ
ഫർദിനോട് സുന്നത്തിനെ തുടരാം, സുന്നത്തിനോട് ഫർദിനെ തുടരാം, അദായിനോട് ഖദായിനെ തുടരാം, ഖദായിനോട് അദായിനെ തുടരാം. മറ്റാരും അറിയണ്ട ചങ്ങായി. ഇനി തെറാവ് നിസ്കരിക്കുമ്പോ ഇനി ബേക്കെന്ന് കരുതുക. എനിക്ക് ഖദായിപ്പോയ സുബൈ എന്ന ഫർദ് നിസ്കാരം 2 റക്അത്ത്, അല്ലാഹു തആല നിസ്കാരം, അല്ലാഹു അക്ബർ. തെറാവ് എന്നെ ഇനി തുടരുക. ഇമാം 2 റക്അത്ത് തെറാവ് നിസ്കരിക്കുമ്പോ ഇന്റെ ഒരു സുബൈ ഖദാവ് കിട്ടി. പിന്നെ കൈകെട്ടുമ്പോ സുബൈ എന്ന ഫർദ് നിസ്കാരം 2 റക്അത്ത്, അല്ലാഹു തആലക്ക് ഇമാമോട് നിസ്കരിക്കും, അല്ലാഹു അക്ബർ. ഇമാമിന്റെ 20 റക്അത്ത് തറാവി നിസ്കരിക്കുമ്പോൾ എനിക്ക് 10 സുബൈ ഖദാവ് കിട്ടി. 10 ദിവസം, 3 ദിവസമാകുമ്പോൾ 1 മാസത്തെ സുബൈ ഖദാവ് കിട്ടിയിട്ടുണ്ടാവും. 30 ദിവസമാകുമ്പോൾ എത്രയാവും? ഏതാണ്ട് ഒരു കൊല്ലത്തോളം സുബൈ അങ്ങ് തീർന്നില്ല. ഇനിയും പഠിച്ചവന് മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരും അറിയണ്ട. നമ്മളെ കൽബിൽ എന്താണെങ്കിലും മറ്റൊരാൾ അറിയില്ലല്ലോ. കേട്ടവനെ സബീൽ ഒരുപാട് ഖദാവുണ്ടാകും. തറാവി കേൾക്കുമ്പോൾ ആരും അറിയണ്ട, ഇനിയും പഠിച്ചവന് മാത്രം അറിഞ്ഞാൽ മതി. കരുതിക്കൂട്ടി തന്നെ തുടരാം. ഫർദിനോട് സുന്നത്തിനെ തുടരാം, സുന്നത്തിനോട് ഫർദിനെ തുടരാം, അദായിനോട് ഖദായിനെ തുടരാം, ഖദായിനോട് അദായിനെ തുടരാം. ഇതൊക്കെ അറിയുന്നവരാണെങ്കിൽ അമൽ ചെയ്യാൻ മുൻപോട്ട് വരുമായിരുന്നു. അതൊന്നും അറിയില്ല. ചില മൗലാക്കന്മാരൊക്കെ റമദാനിക്ക് വൃതി പറയുമ്പോൾ ഇതാ ഫർദ് നിസ്കാരം ഖദായുള്ള ആൾക്ക് തറാവ് നിസ്കാരം കഠിനമായ ഹറാമാണ്, വിത്ർ നിസ്കാരവും ഹറാമാണ് എന്നൊക്കെ മൊയ്ലാർ ഉഷാറായിട്ട് പറഞ്ഞ് കരഞ്ഞ് ദ്വാരുന്ന് പൈസയും വാങ്ങും മൊയ്ലാർ പോയി. അന്ന് യശാ നിക്കരിച്ച്, യശാന്റെ സുന്നത്തിക്കരിച്ച് സലാത്ത് ജാമിഅ റഹ്മത്തുല്ലാഹി സല്ലു അല നബിയിൽ മുസ്തഫൽ മുഖത്താരി മുഹമ്മദിൻ വാലി എല്ലാവരും അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് വബാരിക് വസല്ലിം അലൈഹി اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه وصل على جميع الأنبياء المرسلين الحمد لله رب العالمين على المصطفى صلاة. അപ്പം ബേക്കിന്ന് സല്ലി അലാ മുഹമ്മദ് ഇമാമ കയ്യട്ടി ബേക്കിന് നോക്കും. എന്താ പോക്കറാജ് പോയി? മമ്മൂക്കനെ കാണുന്നില്ലാലോ, കാണുന്നില്ലാലോ, ജമാലിനെ കാണുന്നില്ലാലോ. എല്ലാവരും പോയിക്ക് ആ പഹയ പിടിച്ച മൊയിലാറെ ഉറുതിയോട്ട് പറ്റിയതാ. ഇവരൊക്കെ ഒരുപാട് നിൽക്കാരൻ കഥായുണ്ട്. പലപ്പോഴും ഫർദിക്കാരൻ കഥായിലൊക്കെ സുന്നത്തക്കാരൻ അറാമാന്നല്ലേ മൊയിലാർ പറഞ്ഞേ. ഈ റമദാൻ മാസത്തിൽ പള്ളിയിൽ നിന്ന് അറാം ചെയ്യാൻ നമുക്കാവൂലേ? ഒരെല്ലാം പോവാ. ആ അറാമിന്റെ മാന വേറിയാ കേട്ടോ. ഒരു കാരണമില്ലാതെ ഫർദ് കഥാഉള്ളവർക്ക് ആ സുന്നത്തക്കാരൻ അറാം കേട്ടോ. ഉറങ്ങിപ്പോയിട്ടെല്ലാം സ്വന്തം കഥായപ്പോ നമുക്കെല്ലാം കഥായപ്പോ. ഓലിക്കൊന്നും സുന്നത്തിക്ക് ആറാമില്ല കേട്ടോ. കരുതിക്കൂട്ടി മനഃപൂർവ്വം ധിക്കാരപരമായി ഫർദിക്കാരൻ കഥായൊക്കെ എനിക്ക് 4 സംഗതി ഒഴിച്ച് മറ്റുള്ള സമയം ഇത് കഥാ വിട്ടാൻ ചെലവാക്കണം. ഒന്ന്, ഓന്റെ നെഫ്സിന്റെ മഈശത്തിന് വേണ്ടി ജോലിക്ക് പോകാം, അന്നേരം കഥാ വിട്ടണ്ട. അവൻ ചെലവ് കുരുരൂപമായ ഭാര്യാഭർത്താക്കന്മാരെ ചെലവ് കൊടുക്കാൻ വേണം, ജോലിക്ക് വേണം പോകാം. 2, അതാത് ദിവസം ചെയ്യേണ്ട ഫർദ് ചെയ്യണ്ടേ, അത് ചെയ്യണം. 3, പിന്നെ നൗമുൻ ഗാലിബുൻ, ഗാലിബ ഉറങ്ങിക്കില്ല, അപ്പാടെ ഉറക്കം വീണു. ഉറക്ക് ശരീരത്തിന്റെ ആവശ്യ വസ്തുവാണ്, അപ്പൊ ഉറങ്ങണം. ഈ 4 സംഗതി ഒഴിച്ച് മറ്റ് എന്ത് സംഗതിയിൽ സമയം ചെലവാക്കലും ഹറാമാണ്. മൗലൂദ് ഓതലോ അത് ഹറാമ്, ഖുർആൻ ഓതലോ അത് ഹറാമ്, ചന്ദ്രൻ നോക്കലോ അത് ഹറാമ്. മറ്റൊരു സംഗതിയിൽ സമയം ചെലവായി കൂടാന്നാണ്. അതായി അറാമിനാണ്. നിക്കരിക്കാണ്ട് കുത്തിരിക്കൽ അറാമി തന്നെയാണ്. മൂലാറ വിശദീകരണം കുറഞ്ഞു ചോദിച്ചാ ഫർദിക്കാരൻ കഥാ സുന്നത്തിക്കൽ കഠിനമായ അറാമെന്ന് ആരും പിന്നെ തറാവിക്കരിക്കോ ഉണ്ടാവുക. നിങ്ങളെ കഥാ കൂട്ടാന്ന കഥാ കൂട്ടിക്കോളി, അല്ലേ ഇങ്ങനെ തറാവിക്കരിച്ചോളി. നിൽക്കാരം പറ്റുന്നെ ചെയ്യും, നിൽക്കാരം പറ്റുന്ന ഉറപ്പാ. ഒന്നാഹി നിൽക്കാരം പറ്റും. ഒരു ശംസം ഞങ്ങൾക്ക് വേണം. അതിന്റെ പറഞ്ഞ ഏതുദ്ദേശ ശുദ്ധിയില്ലാത്തവൻ പറഞ്ഞാലും കൂലി കിട്ടുന്ന സംഗതിയാണ്. അതിൽപ്പെട്ട ഒന്നാ സലാത്ത്. നിക്കാരത്തിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് ഫർദല്ലേ, അതിനുള്ള എന്തായാലും കൂലി ഉണ്ടാവും. അത് റസൂലുള്ളാഹിനെ മാനിച്ചിട്ട് അള്ളാഹിന്റെ ഒരു ഔദാര്യം. ഉദയശുദ്ധി ഇല്ലാത്തവൻ പറഞ്ഞാലും ഏത് ബടക്കത്തിലും പഠിച്ചാലും സലാത്ത് ചെല്ലിയാലും റസൂലുള്ളാഹിന്റെ പവിത്രത മാനിച്ചിട്ട് അള്ളാഹുവിന് പ്രതിഫലം തരും. അതിന്റെ ഫർദക്കാരെ കഥാ വീട്ടുന്നത് അതാന്നല്ലേ, അല്ലേ? ഇങ്ങനെ തറാവി കച്ചോളി മക്കളെ. അതിന്റെ പറയുമ്പോൾ ഒരുപാട് ഫർദുകളും കഥാ ഉണ്ടതിനടുത്തിന്. ഇനി തറാവിക്കരിക്കാൻ തുടരുക. ഇമാം തറാവ് എനിക്ക് കഥായി ളുഹർ എന്ന ഫർദ് നിസ്കാരം ഇമാമുള്ള 4 റക്അത്ത് അല്ലാഹു നിസ്കാരം. അല്ലാഹ് കൈകെട്ടി
ഇമാം 2 റക്അത്ത് നിസ്കരിച്ച് അത്തഹിയ്യാത്ത് ഇഞ്ഞി ഓതി. ഇമാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുൽ മുസ്തഫ ഇമാം എണീക്കുമ്പോൾ ഇനി സലാം വീട്ടണ്ട കേട്ടോ. ഇമാം വേഗം കൈയ്യിട്ടുമല്ലോ. ഇനി വേഗം നീ ചോണ്ടോടി കൂടുക. അൻ രണ്ടും കൂടി വെച്ച് സലാം വീട്ടുമ്പോ എനിക്ക് 4 റക്അത്തായി. ഒരു കുഴപ്പമില്ല. ഫർദിനോട് സുന്നത്തിനെ തുടരാം, സുന്നത്തിനോട് ഫർദിനെ തുടരാം. പഠിച്ച എന്തൊക്കെ വഴിയുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഈ വരുന്ന കൊല്ലത്തെ റമദാനിലെ അടുത്ത മാസമാകുന്ന റമദാനിലെ തറാവി നമസ്കാരമൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. പെണ്ണുങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണേ. പിന്നെ റസൂലുള്ളാഹിക്ക് 6 നിക്കാറാ ഫർദ്, ഞമ്മക്ക് 5 നിക്കാറാ. നമുക്ക് സുബൈ, ളുഹർ, അസർ, മഗ്രിബ്, ഇശാ ഈ 5 ഞമ്മക്കുള്ളൂ. 5 സലവാത്തിൻ കതബഹുന്നല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനോ ഉമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത്തൻ ലക്. മുസ്തഫ നബി തങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണം. നാഫിലത്തൻ ലക്, തങ്ങൾക്കതൊരു ഏറെയാണ്, തങ്ങൾ ഉമ്മത്തിമാർക്കതില്ല. നമുക്ക് തഹജ്ജുദ് സുന്നത്താ, റസൂലുള്ളാഹിക്ക് ഫർളാ തഹജ്ജുദ് നിസ്കാരം. തഹജ്ജുദ് നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? ഇശാ നിസ്കരിച്ചതിന്റെ ശേഷം ഒന്ന് ഉറങ്ങണം, ഒരിത്തിനെ ഉറങ്ങണം. ഉറങ്ങി എഴുന്നേറ്റ് സുബഹിന്റെ മുമ്പ് എന്ത് നിസ്കാരം നിസ്കരിച്ചാലും, തഹജ്ജുദിനെ കരുതിയാലും കരുതിയില്ലെങ്കിലും തഹജ്ജുദ് നിസ്കാരത്തിന്റെ ഉദ്ദേശം നിറവേറും. തഹജ്ജുദ് നിസ്കാരത്തിന്റെ ഉദ്ദേശം നിറവേറും. ഈ പോലത്തെ ചോറൊക്കെ എണീച്ച് പല്ലെല്ലാം ചോതുണ്ടാക്കി ഉമ്മ ചോറായിക്കാ രസമൊക്കെ ബപ്പടെ വരിച്ചോട്ട് ഇഞ്ചി പിന്നെ 2 റക്അത്ത് നിസ്കരിച്ച് അത് തഹജ്ജുദാ. എസാഞ്ഞി നേരത്തെ നിസ്കരിക്കല്ലോ. എന്റെ പുരയിലൊന്ന് ചായം കുടിച്ച് ഉറങ്ങിയല്ലേ, സുബഹിന്റെ മണീച്ചല്ലേ, നീ നിനക്ക് 2 റക്അത്ത് തഹജ്ജുദാ. നീ ചിലപ്പോൾ സുബഹി കളാ കിട്ടിയായിരിക്കും, അല്ലെ വേറെ 100 കളാ കിട്ടിയായിരിക്കും, അല്ലെ വേറെ നിസ്കരിച്ച എന്ത് നിൽക്കാറ് നിൽക്കാൻ തഹജ്ജുദാ. തഹജ്ജുദ് എന്ന് കരുതിയിട്ട് തന്നെ നിസ്കരിക്കാം. 2 റക്അത്ത് തഹജ്ജുദ് നിസ്കാരം അല്ലാഹു തആലാക്ക് ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അങ്ങനെ നിസ്കരിക്കാം. റസൂലുള്ളാഹിക്ക് ഫർളാണ്, നമുക്ക് സുന്നത്താണ് തഹജ്ജുദ് നിസ്കാരം. റമദാൻ അല്ലാത്ത അവസരം ഇപ്പറ നിനക്കുങ്ങൾക്കൊന്നും എപ്പോഴും പുറത്തു കഴിഞ്ഞ് തഹജ്ജുദ് കേൾക്കാനാവൂല. റമദാനിക്ക് എല്ലാവർക്കും ആവുമല്ലോ അല്ലേ? പള്ളിനെ ചായ നിസ്കരിച്ച് പുരയിൽ പോയി ചായം കുടിച്ച് ഉറങ്ങി. പെണ്ണുങ്ങളാണെങ്കിലോ അത്താഴത്തിന്റെ ചുരുളാക്കി ഓലും ഉറങ്ങി. എന്നിട്ടൊരു 3 റക്അത്ത് ടൈം പീസ് വെച്ചിട്ടുണ്ടോ, 3 റക്അത്ത് ടൈം എണീച്ചതാ. ഇത് റെഡിക്ക് തഹജ്ജുദിന്റെ സമയം. ഇക്കൊല്ലങ്ങൾ പെണ്ണുങ്ങളെ ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കണേ. ആണുങ്ങളെ എന്റെ തടിയെ ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കണേ. റസൂലുള്ളാഹിക്ക് ഫർളാക്കിയ നമ്മളോടുള്ള അങ്ങേറ്റ അലിവുണ്ട്. അല്ലാഹു നമുക്കത് ഫർളാക്കിയെങ്കിൽ ഒരു പ്രധാനപ്പെട്ട സുന്നത്താ. അയ്യു ദുആഇ അസ്മഉ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലെ ഏത് ദുആക്കാ വേഗം ഉത്തരം കിട്ടുക? ഒരു പ്രധാനപ്പെട്ട സംഗതിക്ക് ഹാസിലാവണം. എപ്പം ദുആർന്നാലാ ഉത്തരം കിട്ടിയ നബിയെ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് 2 സമയം. ഒന്ന് വഖ്തു സഹർ, പാതിര സമയം, ദുആക്ക് ഉത്തരം കൊണ്ട് സമയമാണ്. ഒന്ന് ദുബ്റസ്സലാ, നിസ്കാരത്തിന്റെ ഉടനെ. നിസ്കരിച്ച് ദ്വാരക്കുക, ആ ദ്വാക്ക് ഉത്തരം കിട്ടുന്ന പ്രധാനപ്പെട്ട സമയമാണ്. ഇത് 2 ഒക്കൂല്ലോ. ഇനി അത്താഴത്തിന്റെ സമയത്ത് എഴുന്നേറ്റ് ഉദുണ്ടാക്കി 2 റക്അത്ത് നിസ്കരിച്ചാൽ അത് ക്ലിയറായ തഹജ്ജുദാണ്. തഹജ്ജുദ് കരുതിയാലും കരുതിയില്ലെങ്കിലും. പിന്നെ വഖ്തു സഹർ, പാതിര സമയവുമാണ് കേട്ടോ. ഇത് ദ്വാരക്കുക. ഇന്ന് അള്ള തട്ടൂല കേട്ടോ, അള്ള തട്ടൂല. ഒരവസരം ഒരു മഹാനായ മനുഷ്യൻ സഹിഹായ ഹദീസിന്റെ കിതാബിൽ പറയുന്നതാണ്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ദുനിയാവിന്റെ എല്ലാ സുഖങ്ങളും വിട്ട് മല കയറി ഒരു കുന്നിന്റെ മോൾ ഒരു ചെറ്റ ഒന്നുണ്ടാക്കി ആടെ കൂടല ഇബാദത്തെടുത്ത് പെരിങ്ങത്ത് ഒരു അലിയിൽ കൂഫി തങ്ങൾ കൂടിയ പോലെ റഈസു സാഹിദീൻ ഇബ്രാഹിമിന്റെ അദ്ദേഹം തങ്ങൾ കൂടിയ പോലെ 6 മാസക്കാലം അള്ളാന്റെ റസൂൽ ഗുഹയിൽ താമസിച്ചില്ല. 6 മാസം ഫുള്ളായിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ ആ കുന്നിന്റെ മുകളിൽ പെട്ടെന്ന് കേടുവരാത്ത ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കലാണ്. ആ ഗുഹ ചെന്ന് കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. എന്റെ കൂടെ ഹജ്ജിന് വന്ന സഹോദരിമാരെയും കൊണ്ട് ഞാനതിന്റെ മുകളിൽ കയറിയിരുന്നു.
2-3 മണിക്കൂർ വേണം കയറി ഇറങ്ങാൻ. ഇറങ്ങി ഞാൻ പെണ്ണുങ്ങളോട് ചോദിച്ചു, അല്ല പെണ്ണുങ്ങളെ, നിങ്ങൾ ഏതെങ്കിലും ഒരു മാപ്പിള ഈ കുന്നിന്റെ മുകളിൽ ആ മഞ്ചേന്റെ ഉള്ളിൽ പോയി കുത്തിരുന്നാൽ നിങ്ങൾ ചോറ് വെച്ച് കൊണ്ടുകൊടുക്കുവോ? നിങ്ങൾ ചാകാച്ചി കൊണ്ടുകൊടുക്കുക? എല്ലാം ചിരിക്കുന്ന ഞാൻ ബനു കല്ലിന്റെ മുകളിൽ അവിടെ കുത്തിരുന്നോട്ടെ, പൈക്കത്തിന്റെ കീഴിങ്ങൾ എന്നല്ല ഇങ്ങനെ പറയാ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഓരോ സന്ദർഭത്തിലും കേടുവരാത്ത ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ ഔലിയാക്കന്മാർക്കും സാലിഹ് നബിമാർക്കുമുള്ള ഒരു ജീവിത ഒരു ഖൽവത്തുണ്ടാകും ഒറ്റക്ക്. ജുറൈജ് റളിയല്ലാഹു തആല ദുനിയാവിന്റെ എല്ലാ സുഖങ്ങളും കൈവെടിഞ്ഞു ആ കുന്നിന്റെ മുകളിൽ കയറി ഇബാദത്തെടുത്തു. കുറെ കാലം കഴിഞ്ഞപ്പോ ഒരു വയസ്സായ ഉമ്മ ഉണ്ട്. ആ ഉമ്മക്കൊരാഗ്രഹം, എന്താ, എനിക്ക് എന്റെ മോനെ ഒന്ന് കാണണം. നമ്മൾ ഇത്തിരി കടുപ്പം ചെയ്താൽ അയച്ചമ്മ നിങ്ങളെ മോനുണ്ട് പോ, അല്ലോ എന്റെ മൊപ്പനൊക്കെ ബോധം കിട്ടു. ഇത്തിരി ഇട്ടയില്ലാത്ത മനാണെങ്കിൽ പെണ്ണുങ്ങളുടെ ഹൃദയം അങ്ങനെ അലിവുള്ള ഹൃദയ അല്ലേ? ജുറൈജി തങ്ങളെ ഉമ്മ ഒരു ദിവസം വന്ന്, ജുറൈജ് മോനെ ഒന്ന് ഇന്നൊന്ന് കാണണം മോനെ. ഈ വിളി ജുറൈജ് കേൾക്കുന്നു. ഒരു സുന്നത്ത് നിസ്കരിക്കുക, മനസ്സിലിങ്ങനെ വരുന്നു, യാ റബ്ബി ഉമ്മി വ സലാത്തി, പടച്ചോനെ എന്റെ ഉമ്മ ഈ കുന്നിന്റെ താവന്തി വിളിക്കുന്നുണ്ടല്ലോ, ഞാൻ എനിക്ക് നിസ്കരിക്കുവാനല്ലോ പടച്ചോനെ, ഇപ്പൊ എന്താ ചെയ്യാ? ഏതായാലും നിസ്കരിച്ച് തീർക്കുക. അങ്ങനെ വേഗം നിസ്കരിച്ച് അത്തഹിയ്യാത്ത് ഓതി അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്, സലാം വീട്ടി വേഗം താഴെ വന്നു. ഉമ്മോ എന്തുമ്മോ ഇഞ്ഞി വരാത്തത് ഉമ്മാങ്ങ് പോരെ പോയി. ജുറൈജ് തങ്ങൾ ലോകത്തിന്റെ ഇഹലോകത്തിന്റെ സുഖങ്ങളൊക്കെ വേണ്ടാന്ന് കുന്നുകയറിയ ആളല്ലേ, ഞാൻ അങ്ങോട്ട് തന്നെ പോവാണ് എന്ന് മനസ്സിലായി ജുറൈജ് വീണ്ടും എന്റെ മോളിൽ പോയി. ഉമ്മാനെ കാണാൻ കഴിഞ്ഞില്ല. പിന്നെയും കുറെ മാസങ്ങളും ദിവസങ്ങളും ഉമ്മാക്കൊരു പൂജ. ഒന്നല്ല, ഞാൻ പെറ്റ മോനല്ലേ, ഞാൻ മുല കൊടുത്ത് വളർച്ച മോനല്ലേ, ഞാൻ വിളിച്ച മോൻ ബരിയായി. ഒരു പിന്നെയും മോനെ മോനെ ജുറൈജ് ഒന്നിങ്ങ് വാ ഒന്നിങ്ങ് വാ. ജുറൈജ് അന്നേരം നിസ്കരിക്കുക, സുന്നത്തിക്കരിക്കുക, യാ റബ്ബി ഉമ്മി വ സലാത്തി, പടച്ചോനെ എന്റെ ഉമ്മ എന്നെ വിളിക്കുന്നുണ്ടല്ലോ അല്ലാ, ഞാൻ നിസ്കരിക്കുന്നു, എന്താപ്പം ചെയ്യണ്ടേ? നിക്കാരം വേഗം തീർക്കുക എന്ന് പരിപാടിയിട്ട് നിസ്കരിച്ച് തീർത്ത് സലാം വീട്ടി പാഞ്ഞു ഉമ്മോ എന്തുമ്മോ. ഈ ചങ്ങായി വരാത്തോട് ഉമ്മങ്ങ് വരെ പോയില്ലേ. ഞാൻ ഏതായാലും പുരയും നാടും ഒക്കെ വിട്ടതല്ലേ, ഞാൻ ഇങ്ങനെ പോന്ന കുന്നിന്റെ മോളിൽ തന്നെ പോയി. ഇത്ര കടുപ്പം നമ്മൾ ചെയ്താൽ ഉമ്മാന്റെ മനസ്സ് മക്കളോട് വലിയ അരിവ. അത് നിങ്ങളും ഞാനും മനസ്സിലാക്കേണ്ടതാ. പെണ്ണുകെട്ടോളും അതെല്ലാം ഉണ്ടാകും എല്ലാവർക്കും. പെണ്ണുകെട്ടിയാ പിന്നെ ഒരു കോളേ പാട്ട് ഒരു പാത്ത് നമ്മള് കണ്ണൂർ പോവാ, ഒരു പാത്ത് നമ്മളത് കുത്തൂർ പോവാ. അല്ല പമ്പ ഉമ്മ ഒറ്റക്കല്ലേ, ഉമ്മാക്കൊന്ന് തലയിച്ച് വേണം കാണാനാളുണ്ടാവില്ലല്ലോ. അപ്പൊ എനിക്കൊന്ന് ചിന്തിച്ചൂടെ? കുട്ടികളൊക്കെ മുതൽ സ്കൂളൊക്കെ പോയിക്കാം, ഉമ്മ ഒറ്റക്കെ അത് ചിന്ത നമ്മക്കില്ല. എന്ത് ചെയ്യാനാ? നല്ലോണം പറയുമ്പോ പറയുന്നില്ല ചില 37. ഞാനിത് വളരെ പറയുന്നത് എന്റെ മോന്റെ മനസ്സല്ല ഇങ്ങനെയൊക്കെ ഒരു അലിവ് തരട്ടെ. 3 ദിവസം വിളിച്ചിട്ടും ജുറൈജ് ഇറങ്ങിയില്ല. സലാഹു ദഅവാത്തി മുസ്തജാബാത്തു ലാ ശക്ക ഫീഹിന്ന റസൂലുള്ള പറഞ്ഞതാ. 3 ദുആക്ക് എന്തായാലും ഉത്തരം. ഒരു സംശയം നിങ്ങൾക്ക് വേണം, ഒരു സംശയം വേണം. 3 ദുആക്ക് എന്തായാലും ഉത്തരം കിട്ടും. ഒന്നേതാ? ദേവത്തുൽ വാലിദി അലാ വലദിഹി, ഉമ്മയോ ഉപ്പയോ മക്കൾക്ക് വേണ്ടി ദ്വാരക്കുക. ഗുണം കൊണ്ട് ദ്വാരുന്നാലും റെഡി, ഗുണക്കേണ്ട ദ്വാരുന്നാലും ശരി. അതുകൊണ്ട് ഈ ശാസ്ത്രത്തിൽ ഒരു ഉമ്മയും മക്കളെ കാര്യത്തിൽ ഒരബദ്ധം ഉണ്ടാവാൻ ദ്വാരക്കല്ലേ മോളെ, മുത്തുമോളെ ദ്വാരക്കല്ലേ, മുത്തുമോളെ ദ്വാരക്കല്ലേ. ദ്വാരന ഉത്തരം കിട്ടുക തന്നെ ചെയ്യും. അത് 3ാമത് വന്ന് വിളിച്ചിട്ടും ജുറൈജ് ഇറങ്ങി വരാണ്ട് സങ്കടത്തോടെ ഉമ്മ പോകുമ്പോ എന്നങ്ങ് പറയും, യാ റബ്ബി പടച്ചോനെ റബ്ബേ, ഞാൻ പെറ്റ മോൻ, ഞാൻ മുല കൊടുത്ത് വളർത്തിയ മോൻ, തൂരാലുമ്പോ ഞാൻ എന്റെ കൈകൊണ്ട് മനാരിപ്പിച്ച് വെടിപ്പാക്കിയ മോൻ, ചോറും കഞ്ഞും ഞാൻ കൈകൊണ്ട് ബാരിക്കൊടുത്ത മോൻ. ഈ വയസ്സായ കാലത്ത് ഞനക്കെന്റെ മോള് കാരിക്കൊടുത്ത 3 കൂടി ഞാൻ വന്നില്ലേ, ഒരിക്കലും എന്റെ മോൻ വരണ്ടേ. എന്താ ഉദ്യാവേ? അതുകൊണ്ട് യാ റബ്ബി എന്റെ പടച്ചോനെ ലാ തുമിത്തുഹു, ഇഞ്ഞെന്റെ മോനെ മരിപ്പിക്കർ. ഹത്താ തുരിയഹു ജുഹൽ മുമിസാത്ത്, ഒരു വേശ്യാപ്പെണ്ണിന്റെ മുമ്പിൽ കുറവാക്കണം.
ഒരു സിനാ ചെയ്യുന്ന പെണ്ണിന്റെ മുമ്പിൽ ഇട്ടിട്ട് ഇങ്ങന്റെ മോനൊന്ന് കുറവാക്കണം പഠിച്ചോനെ എന്നങ്ങ് പറഞ്ഞു പോയി ഉമ്മാനോട് ദേഷ്യത്തോടെ. അള്ളാഹ് ആ ഉമ്മാന്റെ വാക്ക് സ്വീകരിച്ചു. അങ്ങനെ കുറെ മാസങ്ങളും ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ആ മലന്റെ ചോട്ടിൽ ഒരു പെണ്ണുങ്ങൾ പാർക്കുന്നുണ്ട്. അപ്പോഴില്ല, നമുക്ക് വലിയ കേള. എങ്ങനെയാ ഇപ്പോ മാപ്പിള ചോദിക്കുമ്പോ കയ്യല്ല എന്ന് പറയാ, എന്നാ പിന്നെ ബലിയും കടന്നു കൊടുക്കല. അന്നിടക്ക് ഉള്ള ഒരു പെണ്ണാ. അങ്ങനെ നോക്ക് കെറുപ്പായപ്പോ ആളൊക്കെ തിരിയല്ലേ. അതെന്താ ഓളെ പള്ളം ഒന്ന് തടിച്ചിക്ക്, ഓക്കെന്താ കുമ്മൻ തടിച്ചാട്ടോ, പഞ്ചന്നെ ഓളെ പള്ളം കടിച്ചാളാട്ടി പള്ളല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് ഒഴിവാക്ക. പക്ഷെ ഈ മലയുടെ ചോട്ടിലുള്ള പെണ്ണുങ്ങൾ പെറ്റിക്ക്, മാപ്പിളില്ലാത്ത പെണ്ണാ. അപ്പൊ ആളുകൾക്ക് പ്രശ്നമായി. ആ തെറ്റേ പറക്കുന്ന ഓളില്ലേ, ഓളിനോലും പെറ്റിക്ക് എല്ലാം കൂടി പ്രശ്നമായി. ആളുകളെ തടിച്ചുകൂടി. അല്ല പെണ്ണുങ്ങളെ, നിങ്ങൾ ആരാ കുടിക്ക്, ആരാ ഇന്നെ കുടിക്ക്, നിനക്ക് പുയ്യനും മാപ്പിളിയൊന്നും ഇല്ലാലോ, ആരാ ഇന്നെ കുടിക്ക്. ഈ മലയുടെ മുകളിൽ നിങ്ങളെല്ലാം ഔലിയാന്ന് പറയുമ്പോ കയ്യിലെ മുത്തിയോടുന്ന ഒരാള് അയാള് രാത്രി എല്ലാവരും ആളിറങ്ങിയാല് എഞ്ചെടുത്ത് വരും. എന്നിട്ട് ഇറക്കി കിട്ടേണ്ട എല്ലാം തരും. അങ്ങനെ ഗർഭായതാ. ഇത് പറഞ്ഞപ്പോ പടച്ചോനെ ദേഷ്യം പിടിക്കേണ്ടിടത്തോളം പിടിച്ചില്ല എല്ലാവർക്കും. നമ്മൾ പോക്കറ് പെണ്ണ് പിടിച്ചിക്ക്, അതെന്താ ഇപ്പൊ നാട്ടിൽ പതിനാളങ്ങ് അതങ്ങ് ചെയ്യാവുന്നൊരു പ്രശ്നമാക്കൂല ആളുകൾ. നമ്മളെ പള്ളിയിൽ ഉസ്താദില്ലേ, ഓള് മോദിക്കൊരു പുര ചോറ് വയ്ക്കാൻ പോരില്ലേ, ഓക്ക് കെറുപ്പാവലോ, മാപ്പിള ഇവിടെ ഇല്ല. കുലുമാജല്ല പിന്നെ ആ മൊയിലാറ് പിന്നാടെ വെക്കുവോ, നേരം വിളിക്കുന്നതിന് പറൂറ് പാർപ്പിക്കൂല്ലേ. അത് പണ്ടേ ഉള്ളൊരു സൂക്കേടാ. എടോ തെറ്റാറ് ചെയ്താലും തെറ്റി തന്നെയാ, കളവാറ് നിർത്താലും കളവി തന്നെയാ. ചെറുനാടൻ കള്ളു പിടിച്ചാലും പെണ്ണു പിടിച്ചാലും ഒരു പ്രശ്നമല്ല. ഒരു മൊയിലാറാണെങ്കിൽ ഭയങ്കര പ്രശ്നം. പണ്ടും ഇന്നുമുള്ളൊരു സ്ഥിതിയാണ്. അന്നിടക്ക് കുട്ടികളുടെ പാഞ്ഞു കയറാൻ മലാന്റെ മോൾ അല്ല എന്ന് എന്ത് കള്ളാവില്ല അവക്കിന്റെ മോനെ. അപ്പാടെ ഇബാദക്കുന്ന പൊര ചൂട്ടങ്ങ് കത്തിച്ചാൽ പിടിച്ച് താഴെ കൊണ്ടു. നിങ്ങൾ എന്നൊന്നും ചെയ്യല്ലോ കേട്ടോ, ഞാനൊരു പെണ്ണ് സിനാ ചെയ്ത് ഞാൻ ഒരു പെണ്ണുങ്ങൾ ഇങ്ങനെ തൊട്ടിക്കില്ല, ഒരാറാം പെണ്ണ് എന്റെ കയ്യിൽ നിന്ന് തൊട്ടിക്കില്ല. ഏത് പെണ്ണ എന്നെ കൊണ്ടി പറയുന്നത്? ഓളെ എന്റെ മുമ്പ് പറഞ്ഞു തരുമോ? നമ്മൾ ചോദിച്ചു നോക്കുക. വെള്ളം കൂടി പറഞ്ഞു അല്ല പെണ്ണേ, ഇനി ഓറെ മുമ്പെന്ന് പറഞ്ഞു തരുമോ? ഓറെ കൊണ്ടാ എനിക്ക് അക്കെറുപ്പായി പറ്റ് എനക്കെന്താ പിള്ളേ പറയുന്നതിന് ഞാൻ ആരോപെന്ന് പറഞ്ഞു. ഓളെ ഭരിച്ച് അപ്പണ കാടുകളിൽ തടിച്ച് കൂടിപ്പോയി കാട. ഇങ്ങനെ പാറക്കുളത്തെ സംഭവം ഉണ്ടെങ്കിൽ എതിർപ്പോക്കണം നമ്മളെല്ലാം പോകൂലേ. ഒരു വലിയൊരു ഔലിയാൻ ചേരത്ത് ഒരു പെണ്ണുങ്ങൾ കുഞ്ഞനെയും കൊണ്ട് ഇവർ എന്നെ പിടിച്ചിട്ട് ആയ കെറുപ്പാന്ന് പറയുമ്പോ എന്തൊരു ആളെന്ന് എറിയില്ലടാ, ആളെന്ന് അറിഞ്ഞിരിക്കട്ടോ. ജുറൈജ് തങ്ങൾ ആ സദസ്സിൽ വന്നു. വളരെ പ്രയാസത്തോടുകൂടി 2 റക്അത്ത് നിസ്കരിച്ചു. സലാം കിട്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇക്കുഞ്ഞിനൊക്കെ പണം കൈയടിച്ചു. ഈ കുട്ടി ഏതൊരു പുരുഷന്റെ ഇന്ദ്രിയത്തിനാൽ ജനിച്ചു എന്ന് ഈ കുട്ടി പറഞ്ഞാൽ നിങ്ങൾ അടി നിർത്തുമോ? നിങ്ങൾ കുഴപ്പം നിർത്തുമോ? ആ കുട്ടി സംസാരിച്ചാൽ നിങ്ങൾ ശുദ്ധനാണ് ഓർപ്പിക്കും. ഇതെന്നെ പറയണ്ട. പെറ്റ വെള്ളം കുഞ്ഞ് വർത്താനം പറയണ്ടോ? നിങ്ങളെ കയ്യ കുഞ്ഞിന്റെ പള്ളേമില് കുഞ്ഞൻ വർത്താനം പറഞ്ഞാൽ തന്നെ നിങ്ങൾ ഫ്രീ ആക്കും. നിങ്ങൾ ശുദ്ധനാണ് ഓർപ്പിക്കും. ഉറപ്പാ. കുട്ടി ഒന്ന് സംസാരിക്കും. ഏതൊരു പുരുഷന്റെ ഇന്ദ്രിയത്താൽ നീ ജനിച്ചു? പെറ്റിത്തൊരു മാസമാവാത്ത ഒരാഴ്ചയാവാത്ത ഈ ചോര പൈതൽ പറയുന്നു അർറായി കഥാ വ കഥാ, അർറായി കഥാ വ കഥാ. ഞാൻ ഉണ്ടായത് ഇന്നാലെന്നൊരാട്ടിടയൻ കാരണമാണ്. എന്റെ ഉമ്മാക്ക് ശഹ്വത്ത് കവിഞ്ഞു, വികാരം കവിഞ്ഞു. ഏതെങ്കിലും ഒരു പുരുഷനെ കിട്ടിയെങ്കിൽ എന്റെ വികാരം തൽക്കാലം അടങ്ങുമായിരുന്നല്ലോ. ആ ചിന്തയോട് ഓടിക്കളിച്ചപ്പോ ഒരാട്ടിനെ മേക്കുന്ന ഒരാട്ടിടയനെ കണ്ടു. എനിക്ക് വേണോ? കിട്ടിക്കിന്റെ വേണോ? എന്നാ കിടക്ക് അങ്ങ് ശരിയായി കൊടുത്തു. അന്നുണ്ടായ ഗർഭമാണ്, ആ ആട്ടിടയനെ കൊണ്ടുണ്ടായ ഗർഭമാണ്.
ലാ അന്ത ലാ അന്ത ലാ അന്ത, ഇങ്ങളല്ല 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 എന്ന് വാക്ക് നിർത്താതെ ഈ കുഞ്ഞ് സംസാരിച്ചപ്പോൾ ഇദ്ദേഹത്തിന് അടിച്ചവരെ സദസ്സിലുണ്ട്, അദ്ദേഹത്തിന്റെ ഇബാദത്തിന്റെ വരെ ചുട്ടുകത്തിച്ചവരെ സദസ്സിലുണ്ട്. പൊരുത്തപ്പെടണേ തങ്ങളെ, നബിനീലക്ക സൗമ്യത്തൻ മിൻ ദഹബ്, ഞങ്ങൾ നിങ്ങളെ ഓലപ്പുര ചുട്ടുകത്തിച്ചതിന് പകരം ഞങ്ങൾ സ്വർണം കൊണ്ടൊരു മണിമന്ദിരം ഉണ്ടാക്കിത്തരാം പർവ്വതത്തിന് നിങ്ങൾക്ക് ആരാധന നടത്താൻ. പൊരുത്തപ്പെടാൻ ഞങ്ങൾ തെറ്റുകാരായിപ്പോയി. ജുറൈജ് തങ്ങൾ എനക്ക് സ്വർണത്തിന്റെ പൊരിയൊന്നും വേണ്ട കേട്ടോ, പക്ഷെ നിങ്ങൾ നിരപരാധികളെ ശിക്ഷിക്കൽ. ഒരു സംഗതിന്റെ യഥാർത്ഥ 100% തെളിഞ്ഞെങ്കിലേ നിങ്ങൾ ശിക്ഷിക്കാനൊരുങ്ങാം. എനക്കൊരു ഓലപ്പുര തന്നെ ഉണ്ടാക്കിയാൽ മതി. ഓലപ്പുര ഉണ്ടാക്കി കൊടുത്ത് അല്ലുസ്താദ് ഇച്ചിരി വരെ ഈ കുഞ്ഞിന്റെ പള്ളേമ കുഞ്ഞിനെ സംസാരിക്കുമെന്ന് പറയുന്ന സംസാരിച്ചില്ലേ, ഇത്ര വരെ കറാമത്ത് ഈ ലോകത്തിന് കാണിച്ച മനുഷ്യൻ തൽക്കാലം കുറവായില്ലേ? അടി കിട്ടിയില്ലേ? നെഞ്ഞിന് കണ്ണടയ്ക്കാൻ ഒരുപാട് കിട്ടിയില്ലേ? ഇത്ര നല്ല മനുഷ്യൻ എങ്ങനെ കിട്ടാൻ? അത് ഉമ്മ 3 ദിവസം വന്ന് വിളിച്ചിട്ടില്ലേനോ, മോനെ ജുറൈജ് ഒന്നെങ്കിൽ വാമൻ ഇന്നൊന്ന് കണ്ടോട്ടെ. നേരം നിക്കരിക്കുക, യാ റബ്ബി ഉമ്മീബ സലാത്തി, പടച്ചോനെ എന്റെ ഉമ്മന്നെ ഞാൻ നിക്കരിക്കുന്നല്ല, അല്ലാ കാരണം തീർക്കട്ടെ. വന്നില്ല, ഉമ്മ ദേഷ്യം പിടിച്ചു പോയി. രണ്ടാമത് പിന്നെയും വന്നു, മോനെ ജുറൈജ് രണ്ടാമത്തെ വരുത്തായത് മോനെ ഒന്നിന്നെ കണ്ടോട്ടെ വമ്പാ, എനിക്ക് അങ്ങനെ പോവാ, പൊരകളൊന്നും പോരണ്ട. അന്നും ജുറൈജ് നിസ്കരിക്കുകയാണ്, യാ റബ്ബി ഉമ്മീബ സലാത്തി, എന്റെ ഉമ്മയും മരന്റെ താവെന്ന് വിളിക്കുന്നു പടച്ചോനെ, ഞാൻ നിക്കരിക്കല്ലേ, പത്രം വെക്കൊന്നും രാഷ്ട്രീയം പറയുന്നല്ലോ, നിക്കർച്ചി തരട്ടെ. നിക്കർച്ചി ഉമ്മ പോയിന്. 3ാമതും വന്ന് വിളിച്ചു, അന്നും ഗദീദി എന്നോർ നിസ്കാരത്തിലാണ് കേട്ടോ. സലാസു ദഅവാത്തിൻ മുസ്തജാബാത്തുൻ ലാ ശക്ക ഫീഹിന്ന, 3 ദുആക്ക് എന്തായാലും ഉത്തരം കിട്ടും, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ടെന്ന് അടിവരയിട്ടുകൊണ്ട് റസൂല് പറഞ്ഞ ഒന്ന് ദുആഉൽ വാലിദി അലാ വലദിഹി, ഉമ്മയോ ഉപ്പയോ മക്കൾക്ക് വേണ്ടി ദുആർക്കുക. ഗുണം കൊണ്ടായാലും ഗുണക്കേട് കൊണ്ടായാലും. 3ാമത്തെ വിളിയും പരാജയപ്പെട്ട് ഉമ്മ പോകും അങ്ങ് പറഞ്ഞു വരാ, 3നോട് ഞാൻ പെറ്റ മോനാ, ഞാൻ വിളിച്ചിട്ട് ഒരു പ്രശ്നക്കില്ലല്ലോ പടച്ചോനെ, യാ റബ്ബി എന്റെ പടച്ചോനെ ലാ തുമിത്തു, ഇതിന്റെ മുകളിലെ മോനെ ഞാൻ മരിപ്പിക്കൽ, ഹത്താ തുരിയ ഉജുഹൽ മുമിസാത്ത്, ഒരു ബേശ്യാപ്പെണ്ണിന്റെ മുമ്പിലിട്ട് കുറവാക്കണം മരിക്കുന്നതിന്റെ മുമ്പ്. കണ്ടോ, ഒരു കുഞ്ഞനെ എടുത്തിട്ട് നിങ്ങളായി കുഞ്ഞനെ എനിക്ക് ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ. സലാഹു ദഅവാത്തിൻ മുസ്തജാബാത്തു ലാ ശക്ക ഫീഹിന്ന, 3 ദുആക്ക് റെഡിക്ക് ഉത്തരം കിട്ടും, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് എന്റെ ക്ലാസ് കേൾക്കുന്ന നിങ്ങളെല്ലാവരും ജീവിതത്തിൽ ഉമ്മയോട് എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയെങ്കിൽ, തെറ്റ് പോയിട്ടുണ്ടാകും, ഇന്ന് തന്നെ ഒന്ന് പൊരുത്തപ്പെടിക്കണേ. റമദാനാണ് വരുന്നത്, ആണും പെണ്ണും പൊരുത്തപ്പെടിക്കണേ, ആണും പെണ്ണും പൊരുത്തപ്പെടിക്കണേ, ആണും പെണ്ണും ഇന്ന് തന്നെ പൊരുത്തപ്പെടിക്കണേ, നാളെയൊക്കെ വെക്കണ്ട. എന്തെങ്കിലും നീതികൾ ഉമ്മയോടൊപ്പം ചെയ്തു പോയിട്ടുണ്ടാകും, അവരെന്തെങ്കിലും നിനക്ക് മോശമായി പ്രാർത്ഥിച്ചാൽ അതിന് അള്ളാഹു തആല ഉത്തരം ചെയ്യും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. മക്കൾക്ക് ഗുണം കൊണ്ട് നിങ്ങൾ ദുആയിരക്കണം. ഞങ്ങളിപ്പോഴത്തെ ആളുകൾ വിവരമില്ലാത്തത് കൊണ്ട് എന്തെങ്കിലും പണം ചെയ്തൊക്കെ പോയിട്ടുണ്ടാകും. പെണ്ണുങ്ങളെ, നിങ്ങളൊരു മോശം കൊണ്ട് ദുആയിരക്കരുത് കേട്ടോ. മക്കളുടെ കാര്യത്തിൽ ഒരു ദോഷം കൊണ്ട് ദുആയിരക്കരുത്, ഒരു അദാബറവ് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കരുത്. 3 ദുആക്ക് റെഡിക്ക് ഉത്തരാണ്. അതിൽ പെടുന്നതാണ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആയിരക്കുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മൂമിനീങ്ങളും മൂമിനാത്തുകളും ഒക്കെ മാതാവിന്റെയും പിതാവിന്റെയും സ്നേഹം കിട്ടാൻ വേണ്ടി ദുആയിരക്കണം. അല്ല ഉസ്താദെ, ഇവർക്ക് ഇങ്ങനൊക്കെ പറ്റണോ? ഓർ നിക്കരിക്കുന്നത് കൊണ്ടല്ലേ വരാഞ്ഞ്, പന്ത് കളിക്കല്ലേലോ, വോളിബോൾ കളിക്കുമല്ലേലോ, നിക്കരിക്കുന്നോണ്ടല്ലേ. നിങ്ങൾക്കൊരു മസാല കേൾക്കണോ? ഇനി പെരുന്നാൾക്കിരിക്കുക ഈ പള്ളിയിൽ, കൊല്ലത്തിലൊന്നല്ലേ ഹൃദയം ചെറിയ നിൽക്കാറുണ്ടോ? ഇവിടെ വന്ന് ഉമ്മ മദീനെ മദീനെ ഉമ്മ വിളിക്കുക, എടാ അന്നേരം കൈയിളക്കുക. നിൽക്കാരത്ത് സുന്നത്തുകാരൻ പെരുന്നാൾക്കാരൻ ഓടുക. എന്തിനാ അമ്മ അങ്ങോട്ട് വിളിച്ചിനു? പയ്യൻ്റെ അനെ കയറ് മുറിച്ചിക്ക് ഉള്ള മറക്കങ്ങെല്ലാം തിന്നു മന കൂട്ടി പുറേ പോയി പൈക്ക് കയറ് വേണ്ടിട്ട് കെട്ടി വന്നിട്ട് ജമാഅത്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ തുടർന്നു. ജമാഅത്ത് കഴിഞ്ഞിടം പോലെ ഒറ്റക്ക് നിക്കരിച്ചോ. അതാ അതിന്റെ മസാല. അൽ ഇജാബത്തിൽ വാലിദൈൻ, സുന്നത്ത് നിസ്കരിക്കാൻ മക്കൾ ഇഹ്റാം കെട്ടി കഴിഞ്ഞാൽ ഉമ്മയോ ഉപ്പയോ നല്ലത് നിസ്കാരം തീർക്കലോ. എന്താ ഉമ്മ, എന്താ ഉപ്പ എന്ന് ചോദിച്ചാൽ നിസ്കാരം ബാത്തിലാകും. ബാത്തിലായിക്കോട്ടെ, സുന്നത്ത് നിസ്കാരല്ലേ, നിക്കത്തില്ല, തെറ്റൊന്നുമില്ലല്ലോ.
ഒരു സുന്നത്ത് നിസ്കാരത്തെ പ്രവേശിച്ച മനുഷ്യന് നിസ്കാരത്തിൽ ഉമ്മയോ ഉപ്പയോ അവനക്ക് ഏറ്റവും നല്ലത് ആ വിളിക്ക് ഉത്തരം ചെയ്യലാണ്. ഇതൊക്കെ പഠിച്ചോളി മക്കളെ. ഉമ്മയും ഉപ്പയും മക്കളുടെ ബന്ധം എത്ര നിങ്ങൾ മനസ്സിലാക്കുന്നു? എത്ര മനസ്സിലാക്കുന്നു പമ്പ? നീ പെരുന്നാൾക്കരിക്കാൻ വന്നതാ, ഉപ്പയുണ്ട്, എല്ലാവരും ഉണ്ട് പള്ളിയിൽ. ഉപ്പ എപ്പോഴും ഒന്ന് പല്ലിയേക്കും ഉദാർപ്പിക്കുമ്പോ ഇന്ദക്കുല്ലി വുദൂ, എല്ലാ വുദൂന്റെ അവസരവും പല്ലിയേക്കല് സുന്നത്താ. ഇപ്പോൾ നിനക്കും അതിന് സൗകര്യം കിട്ടിയില്ല. ഞാൻ നിങ്ങൾ പോലത്തെ പടി ജാഹിലന്നെ. സംഗതി ഫിഖഹിന്റെ എല്ലാ വുദൂന്റെ അവസരം പല്ലിയേക്കല് സുന്നത്താണ്. ഉപ്പ ഒരു മൂസാക്ക് എടുത്തു നോക്കുമ്പോ മടപ്പുളക്കന്നെ മൂസാക്കല്ല പണ്ടല്ലുണ്ടാവുക. ആളോ പല്ല് വെച്ചതാ ഞോപ്പല്ലോ. ഇവൻ പെരുന്നാളൊക്കെ കൈയെട്ടിക്ക ഉപ്പിയായി പള്ളിക്കുളത്ത് ഉടനെ കൈയിളക്കടാ. ഉടനെ വാ പള്ളിക്കുളത്തിന്. എന്തിനാ ഉപ്പ നിങ്ങൾ വിളിച്ചു? ഞാൻ കത്തിയോട്ടെ അപ്പ മൂസാക്കൊന്ന് എത്തിക്കോട്ടെ. ഒരു നിസ്സാര സംഗതിക്ക് ഉപ്പ വിളിച്ചത് ആയിക്കോട്ടെ വമ്പ. അൽ ഔല അൽ ഇജാബത്തുൽ വാലിദൈൻ. സുന്നത്ത് നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ ആ നിസ്കാരം കഴിയുന്നതിന്റെ മുൻപ് ഉമ്മ വിളിച്ചാലും ഉപ്പ വിളിച്ചാലും മക്കൾക്ക് നല്ലത് നിസ്കാരം പൂർത്തീകരിക്കലല്ല, മാതാപിതാക്കൾക്ക് ഉത്തരം ചെയ്യലാണ്. അതുകൊണ്ട് എന്റെ സഹോദരിമാർ, ഈ കൊല്ലത്തെ റമദാനിൽ തറാവീഹ് നമസ്കരിക്കണം. പുരുഷന്മാർ നമസ്കരിക്കണം. വഖത്ത് കൊണ്ട് മുഅയ്യനായ സുന്നത്ത് നമസ്കാരം നിങ്ങൾ ആടുന്നതല്ല പറയേണ്ട മസാലയിൽ. വഖത്ത് കൊണ്ട് മുഅയ്യനായ സുന്നത്ത് നമസ്കാരം അതിന്റെ ആ യഥാർത്ഥ വഖത്തിൽ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് പിന്നെ ഖദാ വീട്ടണം. ഇത് സുന്നത്ത് നിസ്കാരത്തിൽ അധിക ആളും അത് ശ്രദ്ധിക്കാറില്ല. എന്തെന്നു നമുക്ക് ആ വിശേഷം, എനിക്ക് പ്രായപൂർത്തിയായതിന്റെ ശേഷം ഇന്ന് വരെ ഒരു പെരുന്നാൾക്കാരോ എനിക്ക് പോയിക്കില്ല. ഇക്കൊല്ലത്തെ പെരുന്നാൾക്കാരോ പെരുന്നാൾ 5 ദിവസം കഴിഞ്ഞാൽ പറയുന്നത് ഇക്കൊല്ലത്തെ അതിന്റെ പെണ്ണ കഴിഞ്ഞേ എന്റെ മോക്ക് ലേശം വേദനയായി. 29 തുറന്നേരെ വേദനയാന്ന് നാദാപുരത്ത് കൊണ്ട് ലേശം പ്രശ്നം പറഞ്ഞു. അപ്പൊ ഞാൻ ബേബി പോയതാ. നോക്കും പ്രസവം പോലെ അടുത്തെങ്കിൽ ഇവിടുത്തെ നിൽക്കുന്നത്. പിറ്റേന്നാ പെറ്റ് നോക്കും. പിറ്റേന്ന് പെരുന്നാളുവാ. നാട്ടിലെ പെരുന്നാൾ കഴിഞ്ഞു. അവിടുത്തെ പെരുന്നാൾക്കായിരിക്കാണ് കഴിഞ്ഞിക്കുന്നത്. ഇക്കൊല്ലത്തെ പെരുന്നാൾക്ക് എനിക്ക് ഒഴിവായിപ്പോയി ബമ്പ. മൂക്കുമേലും വെള്ളം വെച്ചായി പറയുന്നത്. നേരെ കുഞ്ഞോതാന്റെ മറുപടി എന്താ? അതൊക്കെ ഇനിയിപ്പം പറഞ്ഞിട്ടെന്താ? പോയതല്ല പോയത്. അങ്ങനെ പറയല്ല കുഞ്ഞോതുക്ക, പോയിക്കില്ല. നോമ്പ് കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞാലായി പറയുന്നത്. ഇനി വേഗം ഒതുവുണ്ടാക്കിയത് കൈകെട്ടുക. ചെറിയ പെരുന്നാളിന്റെ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലാക്ക് ഞാൻ നിസ്കരിക്കുന്ന അല്ലാഹ് ഖദാ വീട്ടിക്ക് വമ്പാ. വഖത്ത് കൊണ്ട് മുഅയ്യനായ നിസ്കാരം ആ വഖത്തിൽ ചെയ്തില്ലെങ്കിൽ അത് ഖദാ വീട്ടണം. ആരെങ്കിലും ഖദാ വീട്ടാറുണ്ടോ? ഒരു പെരുന്നാളിന്റെ അന്ന് വൈകിട്ട് ഈ പള്ളിയിൽ വന്നു. വെറുതെ തന്നെ മഗ്‌രിബ് കുറച്ച് മുമ്പ് വന്നതാ. നമുക്ക് ഒരു ചങ്ങായി ഉണ്ട്. ഈ കണ്ടോരെന്താക്കും ബേജ് ഇഞ്ഞോതായി ഒരു 100 റുപ്യ എടുത്താ പോകണം. ഒരു 100 റുപ്യ മോനെ ഇഞ്ഞോതാ ഒരു 100 റുപ്യ നമുക്ക് മോനായിരിക്കും കാണിക്കണം. തനക്ക് സുഖട്ടെ ഇപ്പം പെരുന്നാളിക്കരിക്കും. വൈകിട്ട് പൈസ തിരിച്ചിപ്പോ പാണ്ടൊക്കെ കുതിരപൊട്ടത്തുണ്ട് തിരിച്ചോനിയാ ഇന്നല്ല പിരിച്ചോന. എന്തേ ഇവിടെ പെരുന്നാൾ നിസ്കാരം മുഅയ്യനാ നിസ്കാരമാണ്. മുഅയ്യനാ നിസ്കാരം ആ വഖത്തിൽ നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനെ ഖദാ വീട്ടണം. മരണം വരെ നിന്നോട് നിന്റെ സ്ഥലമുണ്ട്, ഖദാ വീട്ടണം. ആര് പെരുന്നാളക്കര പിന്നെ ഖദാ വീട്ടലുണ്ടോ? തെറാവക്കരാനും ഖദാ വീട്ടാം. നോമ്പിന് 10 ദിവസം പനിയായിപ്പോയി, 20 ദിവസം ഇറവക്കരിക്കാനായിക്കുള്ളൂ. അത് എപ്പോഴും പറയും. എല്ലാ കൊല്ലം എനിക്ക് തെറാവ് ഒപ്പം നിൽക്കരിക്കുന്ന ഇക്കൊല്ലം 10 കാരണം കൊയ്യായിപ്പോയി. കേട്ടാൻ എന്താ പറയാ? അതേലിപ്പോ പറഞ്ഞിട്ട് പോക്കറ് പോയിക്കില്ല വമ്പ. ആ 10 തെറാവ് ഇപ്പം നിൽക്കരിക്കാം, പകലും നിൽക്കരിക്കാം, മോദിക്കും നിൽക്കരിക്കാം. വഖത്ത് കൊണ്ട് മുഅയ്യനാ നിസ്കാരം അത് ഖദായിപ്പോ ഖദാ വീട്ടാം. രാത്രിയത്തെ പകലും ഖദാ വീട്ടാം, പകലത്തെ രാത്രിയും ഖദാ വീട്ടാം.
ഇതൊക്കെ അറിയുമെങ്കിൽ നമ്മളൊക്കെ പ്രവർത്തിക്കുമായിരുന്നു. അറിയാത്തത് കൊണ്ട് പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ഹാലിയായ ഇൽമ പഠിക്കണം. അഫ്ദലുൽ ഇൽമി ഇൽമുൽ ഹാൽ, അഫ്ദലുൽ ഇൽമി ഇൽമുൽ ഹാൽ. ഇൽമിൽ നിന്ന് ഏറ്റവും പുണ്യമുള്ള ഇൽമ സന്ദർഭോചിതമായ ഇൽമാണ്, ഹാലിയായ ഇൽമ. അത് പഠിക്കണം. അതല്ലേ ഞാൻ നിങ്ങൾക്ക് മെനഞ്ഞാന്ന് കേൾപ്പിച്ചത്. ഖതബനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ആഖിരി യൗമിൻ മിൻ ശഅബാൻ, ശഅബാനിന്റെ അവസാനത്തെ ദിവസം പരിശുദ്ധ മദീനയിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് പ്രസംഗിച്ചു. അയ്യുഹന്നാസ്, ഇവിടെ സന്നിഹിതരായ മനുഷ്യരെ, ഖദ് അദല്ലക്കും ശഹ്റുൻ മുബാറകുൻ, ഒരു ബർക്കത്താകപ്പെട്ട റമദാൻ മാസം നിങ്ങൾക്കിതാ കടന്നു വരുന്നു. അപ്പൊ സന്ദർഭോചിതമായ ഹാലിയായ വേണം. വലിയ പെരുന്നാൾ വരുമ്പോ വലിയ പെരുന്നാളോട് ബന്ധിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യം ഇവർക്കുന്നൊരു ക്ലാസ് നിങ്ങൾ എടുപ്പിക്കണം. എത്ര കുട്ടനാടത്തേക്ക് പള്ളിയിൽ നിന്ന് 3 ഭയങ്കര കുട്ടന ഒതിയത്താടത്തേക്ക് ആർക്കും വിളിക്കാതെ ഞാട് പാനൂർ അറബ് കച്ചവടക്കാരുണ്ടാവും 3 ആളെ വിളിച്ചതാ. നമുക്കിപ്പോ കുട്ടനാടക്കാനും വിളിക്കാനും നിൽക്കാനാവില്ല. ഓലിക്ക് എന്ത് കൊടുത്ത് 5 കുട്ടനുണ്ടായിരുന്നു. 5ന്റെ തോലോലിക്ക് കൊടുത്ത്. അത് നല്ല നേട്ടാ. കൂലിയാൻ നമ്മുടെ ദിവസത്തേക്ക് 500,000 അല്ലേ കൊടുക്കൂ. 5 കുട്ടനുണ്ടാവും, എത്ര റുപ്യ ഉണ്ടാവും. അത് തീർത്തൊലിക്ക് കൊടുത്തതാ. പമ്പാത് പറ്റുമല്ലോ. ഉദഹീയത്തിന്റെ സാധനം മുഴുവനും ധർമ്മമായിട്ട് പോകണം. നിനക്ക് വിൽക്കാൻ പറ്റൂല. വലാ ഇഅ്താഉൽ ജസ്സാരി ഉജ്റത്തൻ, ഇതൊരു മസാലിയ. വലാ ഇഅ്താഉൽ ജസ്സാരി ഉജ്റത്തൻ, അറുക്കുകയും പൊളിക്കുകയും ചെയ്തോർക്ക് കൂലിയായിട്ടും തോല് കൊടുത്തുകൂടാ. ആ തോലും സൗജന്യമായിട്ട് പോകണം. അവരെ കൂലി അവർക്ക് തന്നെ കൊടുത്താലും കുഴപ്പമില്ല, തോല് കൂലിയായിട്ട് കൊടുത്തോളണം. സന്ദർഭോചിതമായ ഇൽമില്ലാത്തത് കൊണ്ട് അങ്ങനെ പലതും സംഭവിക്കാറ്. ഉമ്മാനി ഉപ്പാനും കഴിച്ചാൽ എല്ലാവരും ഉള്ളൂ. അതുകൊണ്ട് അയച്ചോ ഫിത്ർ സക്കാത്ത് ഉമ്മാക്കം കൊടുത്തേക്ക്, ഇനി ഉപ്പാക്കം കൊടുത്തേക്ക്, പിന്നെ ബാക്കി കൊടുക്കണ്ടു. ഉമ്മാക്കും ഉപ്പാക്കും ഇന്റെ ഫിത്രത്ത് കൊടുത്തൂടട്ടോ. ഇന്റെ മുതലിന്റെ സക്കാത്ത്, ഇന്റെ ഫിത്ർ സക്കാത്ത് നിന്റെ ഉമ്മാക്കുപ്പാക്കും കൊടുത്തുകൂടാ. അല്ലെ ഉമ്മാന്റെ ചെലവ് നടത്താൻ നിനക്ക് താക്കത്തില്ലാതിരിക്കണം, ഉപ്പാന്റെ ചെലവ് നടത്താൻ നിനക്ക് താക്കത്തില്ലാതിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിന്റെ സക്കാത്ത് നിന്റെ ഉമ്മാക്കുപ്പാക്കും കൊടുക്കാം. മാതാപിതാക്കളെ സുഖമായി ചെലവ് സംരക്ഷിക്കാൻ മക്കൾക്ക് കഴിവുണ്ടെങ്കിൽ മാതാവും പിതാവും ഫഖീർ മിസ്കീനിൽ പെടൂല. ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീൻ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ പെടൂല. നിങ്ങളൊക്കെ എത്ര ആളുണ്ട്? ഇബ്രാഹിം നബിയാറെ, എന്റെ മക്കളെ പിതൃസഖ എനിക്ക് എന്നോട് ചോദിച്ചതാ, മായിക്കൂടെ? എങ്ങനെയാ ചോദിച്ചോ അങ്ങോട്ട് വാങ്ങുക. എന്റെ മക്കളെ എനിക്ക് മായിക്കൂടെ മൊയിലാറെ? നിങ്ങൾ പെരുന്നാക്ക് കുരിയനെടുത്ത് അരിക്ക് പോവോ? അതെങ്ങനെയാ മൊയിലാറെ ഞാൻ പോവാ? ഇയാൾ 5 മക്കളും നല്ല ലക്ഷം കൊണ്ട് കളിക്കുന്ന മക്കളാ. എനക്കറിയാം, ഖത്തറിലൊക്കെ ഭയങ്കര കച്ചവടക്കാരാ. ഓല ഉമ്മയാണ് എന്റെ മക്കളെ ഫിത്ർ എനിക്ക് വാങ്ങാവോന്ന്. ഒരു ജാഹിലിനോട് വെച്ചാൽ ഉമ്മാനെ കഴിച്ചല്ല മറ്റുള്ളവരുള്ള ഉമ്മാക്ക് കൊടുക്കാന്നല്ല മസാല പറയാ. ഫഖീർ മിസ്കീനിൽ പെടണം കേട്ടോ, അതിന്റെ അവകാശിയിൽ പെടണം കേട്ടോ. പെട്ടെങ്കിൽ മാത്രമേ കൊടുക്കാൻ പറ്റൂ. മാതാവിനെയും പിതാവിനെയും പൊന്നുപോലെ കൊണ്ടു നടക്കാൻ നിനക്ക് താക്കത്തുണ്ടെങ്കിൽ, നീ അങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അവർ ഫഖീറിലും മിസ്കീനിലും പെടൂല. അതുകൊണ്ടൊരു ഹാലിയായ ഇൽമി എന്നുള്ള നിലക്ക് നാട്ടിൽ അതൊക്കെ ആവശ്യമാണ്. ഏത് നാട്ടിലും ആവശ്യമാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് കേൾപ്പിക്കാൻ ഉദ്ദേശിച്ചത് പരിശുദ്ധ റമദാൻ മാസത്തിൽ പ്രത്യേകം ചില അമലുണ്ട്. വയുസന്നു ഫീ റമദാൻ ഇക്സാറു തിലാവത്തുൽ ഖുർആൻ. പരിശുദ്ധ റമദാനിൽ പ്രത്യേകമായ ഒരു സുന്നത്ത് ഖുർആൻ ഓത്ത് വർദ്ധിപ്പിക്കണം. എന്റെ മുമ്പിലുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളും ഞാനും കഴിഞ്ഞ കൊല്ലത്തെ എത്ര ഓതിയോ അതിൽ കൂടുതൽ ഖുർആൻ ഓതണം. ഒരു ദിവസം 2 ജുസു ഓതിയാൽ 15 ദിവസം കൊണ്ട് ഒരു ഖത്മാകും. ഒരു മാസം കൊണ്ട് 2 ഖത്മാകും. ആർക്കും കഴിയുമല്ലോ. എന്റെ കുട്ടിക്കാലത്തൊക്കെ റമദാൻ മാസ സ്വബയ്ക്ക് എല്ലാ പറയുന്നു ഖുർആനും ആണുങ്ങളും ഓതും പെണ്ണുങ്ങളും. ഇന്നതൊക്കെ കുറഞ്ഞുപോയി. എല്ലാ നാട്ടിലും കുറഞ്ഞുപോയി. ആരോട് പറയാനാണ്? ആ സങ്കടം ആരോട് പറയാനാണ്? എന്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ ജുമാഅത്ത് വിളിക്കുമ്പോൾ പേടിയാവുക. പള്ളിന്റെ അടുത്ത് എല്ലാവരും നോക്കുന്നുണ്ട്. ആ മുഴക്കം പുറത്തൊക്കെ കേൾക്കുക. ഇന്ന് ഖതീബ് ഖുതുബ തുടങ്ങിയാൽ ആ ജുമാക്ക് വെറുത്ത് തന്നെ. അതിന് മുമ്പ് ജുമാക്ക് പേരിൽ വളരെ കുറവാ.
വളരെ കുറവാണ്. ജുമയ്ക്ക് വളരെ കാലത്ത് പോകണം. അതൊരു പ്രത്യേക സുന്നത്താണ്. പ്രത്യേകം ഒരു സുന്ന ജുമയ്ക്ക് കാലത്ത് പോകണം. അതൊന്നും ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുർആൻ കൂടുതൽ ഓതണേ. അഫ്ളലു ഇബാദത്തി ഉമ്മത്തി തിലാവത്തുൽ ഖുർആൻ. എന്റെ ഉമ്മത്തി നാവ് കൊണ്ടെടുക്കുന്ന ഇബാദത്തിൽ ഏറ്റവും വലിയത് ഖുർആൻ. വല്ലാഹി സുമ്മ വല്ലാഹി, ലോകത്ത് സർവസമ്മതമായ മസ്അലയാണ്. ഏത്? അഫ്ളലു ഇബാദത്തി ഉമ്മത്തി തിലാവത്തുൽ ഖുർആൻ. ഈ നാവ് കൊണ്ടുന്ന ഇബാദത്തിൽ ഏറ്റവും വലിയത് ഖുർആൻ ഓതലാണ്. ഒരു സംശയവുമില്ല. മലപ്പുറം സലാത്ത് നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് കുറെ ആള് കൂടി കുറെ ഖുർആൻ ഓതുന്നു. ഒരാൾ 3 ജുസ്. അപ്പൊ 10 ആൾ ഓതുമ്പോ ഒരു ഖത്മാകും. 20 ആൾ ഓതുമ്പോ 2 ഖത്മാകും. 100 ആൾ ഓതുമ്പോ എത്ര ഖത്മാകും? അങ്ങനെ എത്ര ആൾ പോകും? എത്ര ആൾ നടന്നു പോകും? മലപ്പുറത്ത് എന്താ? അവിടെ ഖുർആൻ പറയുന്നത് കൂടെ അതിന് മലപ്പുറത്തോണോ മൃതലവ ചെലവാക്കുവേ സലാത്ത നഗർ. എല്ലാവരും ബണ്ടിക്കുണ്ട്. എന്താന്ന് ജാഥയായിട്ട്. മുമ്പൊന്നും അങ്ങനെ ഒരു കളി ഉണ്ടാവാറില്ല. ഞാൻ ചിന്തിച്ചു പോകാറുണ്ട് പരിശുദ്ധ മക്കയിൽ നിന്നും മദീനത്തേക്ക് പോകുമ്പോൾ. അതുപോലെ ഹജ്ജാജിമാരെയും കൊണ്ട് സന്ദർശിച്ച പല സ്ഥലത്തും പോകുമ്പോൾ കോടിക്കണക്കായ ആളുകൾക്ക് നിൽക്കാൻ വിശാലമായ മൈതാനികളുണ്ട്. ബിൽഡിംഗ് ഇല്ല, വൃക്ഷമില്ല, ഇടുപ്പില്ല. ഈ കണ്ണുകൊണ്ട് കണ്ട യാഥാർത്ഥ്യം. റസൂലിന്റെയോ സഹാബത്തിന്റെയോ കാലത്ത് അങ്ങനെ ഒരു മൈതാനിയിൽ ഒരു സലാത്ത് നഗർ ഉണ്ടാകാൻ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിരുന്നോ? അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ചിന്തിക്കാൻ. ഞാനിത് ആരെയും ആക്ഷേപിക്കുന്നതല്ല. നിങ്ങൾ എത്ര സലാത്ത് നഗറാക്കിയാലും അത് ഖുർആനിനേക്കാൾ വലിയതാണെന്ന് മനസ്സിലാക്കി പോകരുത് ആരും തന്നെ. അഫ്ളലു ഇബാദത്തി ഉമ്മത്തി തിലാവത്തുൽ ഖുർആൻ. എന്റെ ഉമ്മത്തിമാർ നാവ് കൊണ്ടെടുക്കുന്ന ഇബാദത്ത് ഏറ്റവും വലുത് ഖുർആൻ ഓതലാണ്. അതുകൊണ്ട് ഞാനിതാരെയും ആക്ഷേപിച്ചതല്ല, അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കണ്ട. അതുകൊണ്ട് ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നിങ്ങളും ഞാനും ഒന്ന് ഖുർആനോത്ത് വർദ്ധി വിടുന്നെണ്ണം ഉറപ്പിക്കുക. ഞാൻ സ്വന്തം ഒരു ജ്യൂസ് ഓതും. ബറാമില്ലാതെ പറ ഒരു ജ്യൂസ് എന്തായാലും ഓതും. അതുപോലെ മോളെ ഇനിയും ആണുങ്ങളൊക്കെ അങ്ങ് തെറാവിക്കരിക്കാൻ പോയാൽ ഞാൻ ഒരു ജ്യൂസ് ഓത് ഏശാ നിൽക്കും. എന്നിട്ടാ ഞാൻ കുറച്ചൊക്കെ ചോറ് വെക്കാം. ഒന്ന് ഉറപ്പിക്കുക. ഒരു ജ്യൂസ് ഒരു ദിവസം ഓതിയാൽ 30 ദിവസത്തേക്ക് ഒരു ഖത്മാവും. ഒരു ഖത്മ ഓതാൻ പറ്റാത്ത ഒരാണും പെണ്ണും ഖുർആൻ അറിയുന്നവർ ഇന്നാട്ടിൽ ഉണ്ടാകൂല, ഉറപ്പാണ്. പക്ഷെ ഓതാറുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. എന്റെ കൂടെ ഹജ്ജിന് വരുന്ന ആണിനോട് ഞാൻ ഉപദേശിക്കും, ഒരു ഒക്കത്തിന് പടി ഒരു ജ്യൂസ് ഓതാൻ. സ്വബിക്ക് ഒരു ജ്യൂസ്, ദൂർക്ക് ഒരു ജ്യൂസ്, അരമണിക്കൂർ വേണ്ട ഒരു ജ്യൂസ് ഓതാൻ. അസർക്ക് ഒരു ജ്യൂസ്, മഗ്രിബിന് ഒരു ജ്യൂസ്, എസാക്ക് ഒരു ജ്യൂസ്. മഗ്രിബിന് ഞങ്ങൾ പോയി എസാ നിൽക്കേ ഹറമിൽ ഇങ്ങോട്ട് പോരും. 2 ജ്യൂസല്ല, ഒരുപാട് ജ്യൂസോ എങ്കിലും ഒരു നിക്കത്തിന് ഒരു ജ്യൂസ്. അപ്പൊ 5 നിസ്കാരത്തിന് മക്കത്തെ പള്ളിയിൽ നിന്ന് ഓരോ ജ്യൂസ് ഓതി 5 ജ്യൂസായി 6 30 6 ദിവസം ഖത്മാവും. 6 ദിവസം എന്തായാലും മക്കത്ത് മദീനത്ത് ഉണ്ടാവൂല, ഉറപ്പല്ലേ? ഉംറക്ക് പോയാലും ഉണ്ടാവൂലോ. പല സ്ത്രീകളും എന്നോട് പറയാറുണ്ട്, എന്റെ 5 ഖത്മായ ഉസ്താദേ, എന്റെ 6 ഖത്മായ ഉസ്താദേ. നിങ്ങളെത്തിരായി? എന്റെ ഒന്നിയെ നായിക്കില്ലേ ഇബ്രാഹിം വലിയാറെ. ഞാൻ മുമ്പെല്ലാം മുസാലിൽ ഓതല്ല, പിന്നെ ഗൾഫ് യാത്രയൊക്കെ ആരംഭിച്ച ഈ ഓത്താട് വെച്ച് ഇപ്പൊ നോക്കി നോക്കുമ്പോ ഒരു പിടുത്തം കിട്ടുന്നില്ല, ഒരു ഇഷ്കാലായി വിടുക. ഒരു 5-6 ദിവസം വായിക്കും തോന്നുന്നു. കുഞ്ഞോദാജിന്റെ മറുപടിയാ, പോക്കറാജിന്റെ മറുപടിയാ. ഇങ്ങനെ ആയാൽ പോരാ സഹോദര, ഇങ്ങനെയാൽ പോരാ. فمن ثقلت موازينه فهو في عيشة راضية ومن خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. നന്മകളും തിന്മകളും ശരാശരിനെ തൂക്ക് നോക്കിയിട്ട് അവന്റെ മീസാനിന് സാലിഹ അമല് കൊണ്ട് തൂക്കം കൂടുതൽ കിട്ടിയാൽ അൽഹംദുലില്ലാഹ് ഫഹുവ ഫീ ഈശത്തിർ റാദിയ, തൃപ്തികരമായ ജീവിതത്തിലാണ് പരലോകത്ത്. വഅമ്മാ മൻ ഖഫത്ത് മവാസീനു, നിങ്ങൾക്കൊക്കെ അറിയുന്ന ആയത്തിൽ ഓതുന്നത്, നന്മയും തിന്മയും തൂക്കി നോക്കുമ്പോൾ അവന്റെ നന്മ കുറഞ്ഞുപോയി, തിന്മ കൂടുതലായി പോയി. എന്നാൽ ഫഉമ്മുഹു, അവന്റെ പാർപ്പിടം ഹാവിയത്താണ്. വമാ അദ്റാക മാ ഹിയ, ഹാവിയത്ത് എന്താണ് നബിയെ തങ്ങൾ അറിയുമോ? നാറുൻ ഹാമിയ, ചൂട് കഠിനമായ നരകമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, ആമീൻ. അള്ളാഹു നമ്മളെ കാക്കട്ടെ, ആമീൻ. ഹാസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ,
സഹാബത്തിന്റെ ഉപദേശമാണ്. ലോക മുസ്ലിമീങ്ങളെ, നിങ്ങൾ സ്വന്തം നിങ്ങളെ തടിയോടൊരു മുഹാസബത്ത് നിങ്ങൾ നടത്തണം. ഞാൻ ഇന്നെന്തൊക്കെ നന്മ ചെയ്തു, ഇന്നെന്തൊക്കെ തിന്മ ചെയ്തു, ഓരോ ദിവസവും നിങ്ങൾ കണക്ക് നോക്കിക്കൊണ്ടിരിക്കണം. ഖബ്ലാൻ തുഹാസബു, പരലോകത്തിങ്ങൾക്കൊരു കണക്കെടുപ്പുണ്ട്. ചില നന്മകളൊക്കെ ഒരു തട്ടിൽ, തിന്മകളൊക്കെ ഒരു തട്ടിൽ. ശരാശരി അളവ് നോക്കിയിട്ട് നന്മയാണോ കൂടുതൽ ഫൗഫീശത്തിറാവിയ, തിന്മയാണോ കൂടുതൽ അവന്റെ ഫൗമുഹാവിയ, പാർപ്പെടുന്ന നരകമാണ് എന്ന് നോക്കണം. നിങ്ങൾ ഞാനും നോക്കണം. ഓരോരോ ദിവസവും ഞാൻ ഇത് എത്ര കോണം ചെയ്ത്, എത്ര കോണക്കേട് ചെയ്ത്. ഞാൻ നിക്കരിച്ചിക്കല്ലേ, നിക്കരിച്ചെന്ന് പറഞ്ഞാ പോരെ മോനെ. ആ നിക്കാറ് സഹിയായിക്കൊന്നില്ലെന്ന് ആരറിഞ്ഞു? ഞാൻ നോമ്പേറ്റക്കല്ലേ, ആ നോമ്പിന്റെ കൂലി നിനക്ക് റെഡിക്ക് കിട്ടിയെന്ന് ആരറിഞ്ഞു? അതിലൊന്നും ഒരു പൂർണ്ണമായ സമാധാനത്തിന് നമുക്ക് അവകാശമില്ല. പ്രത്യേകം ഈ കാലഘട്ടത്തിൽ അതൊരു മുഹാസബത്ത് ഞാൻ നിങ്ങൾ നടത്തി നോക്കണം. അതുകൊണ്ട് ഈ വരുന്ന പരിശുദ്ധ റമദാനിൽ ഞാൻ എന്റെ തടിയോട് ആദ്യം, പിന്നെ നിങ്ങളോട് കുറച്ച് ഖുർആൻ കൂടുതൽ ഓതണേ. ഇതിവരിക്കുന്ന കിതാബിന്റെ മുമ്പിൽ വെച്ച് ഓരോ വരിയിൽ കൈവച്ചുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. ഫീ റമദാൻ, പരിശുദ്ധ റമദാൻ മാസത്തിൽ പ്രത്യേകമായ ഒരു സുന്നത്ത് ഇക്സാറു തിലാവത്തിൽ ഖുർആൻ, ഖുർആനോത്ത് വർദ്ധിപ്പിക്കണം. ഒന്നാണ് മോളെ. വതൗസിഅത്തുൻ വസദഖ, സദഖ വർദ്ധിപ്പിക്കണം. നമ്മൾ പല സദഖ പലയിൽ പല ആളും വന്നാൽ കൊടുക്കും, പള്ളിയിൽ പലരും കൊടുക്കൂലേ. എന്നാൽ അത് റമദാനിലൊന്ന് കൂടുതലാവണം. സദഖ വർദ്ധിപ്പിക്കണം, സദഖ വർദ്ധിപ്പിക്കണം, സദഖ വർദ്ധിപ്പിക്കണം കേട്ടോ. 2 വതൗസിയത്തുൻ അലൽ ഇയാൽ, അവന്റെ കുടുംബങ്ങളെ മേൽ ഒരു വിശാലത ചെയ്യണം. ഒരേ ചെലവിൽ ഒരു വിശാലത ചെയ്യണം. റമദാനല്ലേ, ഒരു വിശാലത. അച്ഛമ്മ നിങ്ങൾക്ക് എന്നാ ഇന്ന് മീൻ കിട്ടിയെന്നു? എനിക്കൊരിത്തിരി നങ്ക് കിട്ടിക്കോളെ. നങ്ക് എന്താ ഇന്ന് നല്ല ആക്കൂരല്ലുണ്ടോ നമ്മളെ ഇവിടുന്ന് വാങ്ങുന്നു? ഇവിടുന്ന് എന്താ ആവൂലി? ഇവിടെ ഒന്നിക്കണ്ടേ ഇത്തരം മുള്ള, അല്ല ഇത്ര നങ്ക്, അല്ല ഇത്ര നത്തല്. അങ്ങനെ ആക്കല്ല ബമ്പ. പരിശുദ്ധ റമദാൻ മാസല്ലേ, ഇന്റെ പെണ്ണുങ്ങൾ, ഇന്റെ ഉമ്മ, ഇന്റെ കുട്ടികളല്ലേ പുരയിലുള്ള. എനിക്ക് മീനൊക്കെ കുറച്ച് നല്ലത് വാങ്ങിക്കണം. പൈസ എന്തിനാ മരിച്ചാ പൈസ കൊണ്ടുപോവോ? യത്ബഉൽ മയ്യിത്ത സലാസ് അഹ്ലുഹു വമാലുഹു വഅമലു യർജിഉ ഇസ്നാനി വയബ്ഖാ വാഹിദുൻ. മരിച്ച് മയ്യത്തും കൊണ്ട് പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ യത്ബഉൽ മയ്യിത്ത സലാസ്, ആ മയ്യത്തിന്റെ കൂടെ 3 സംഗതി പോകുന്നു. ഒന്ന് അഹ്ലുഹു, ഓന്റെ അഹ്ല്, മരിച്ചവന്റെ മോന്റെ ഏട്ട്, മോന്റെ ഉപ്പ ഒക്കെ പോകും. വമാലുഹു, ഓന്റെ മതില്, മയ്യത്തുൽ ഉപ്പാന്റെ മോരം കഴിച്ചതാ, അത് മോന്റെ കഴിക്കാ. ഉപ്പ മരിച്ചൊരു കെടി കഴിച്ചതാ, അത് മൂത്ത മോന്റെ കഴിക്കാ. മയ്യത്ത് കൊണ്ടുപോകുമ്പോ വഅമലുഹു, അവന്റെ അമലും പോകും. യർജിഉ ഇസ്നാനി വയബ്ഖാ വാഹിദുൻ, മയ്യത്ത് ഖബറിറക്കുന്ന പണി പൂർണ്ണമായാൽ യർജിഉ അഹ്ലുഹു വമാൽ, അവന്റെ സന്താനങ്ങളും സമ്പത്തുകളും വീട്ടിലേക്ക് തിരിക്കും. വയബ്ഖാ അമലു, അവന്റെ ഉഖ്റവിയായ രക്ഷയ്ക്ക് വേണ്ടി അവനക്ക് അവിടെ നിൽക്കുന്നത് അവന്റെ സാലിഹ അമല് മാത്രമാണ്. എന്തെങ്കിലും ഒന്ന് വേണ്ട ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും ഈ റമദാൻ മാസത്തിൽ ഞാനും നിങ്ങളും കുടുംബത്തിനൊരു വിശാലത ചെയ്യണം. കേൾക്കാൻ ചില പെണ്ണുങ്ങൾക്ക് എന്നോട് വല്ലാണ്ട് വീര്യാതുണ്ടാവും. കഴിഞ്ഞ നോമ്പ് 30 മരിച്ചിട്ട് ഒരു ദിവസം ആക്കൂറന്റെ കഷ്ണം ഞാൻ കണ്ടു. ഇവിടെ ബിയ്യത്ത് വലിയ ആക്കൂർ കൊണ്ടുവന്ന്, ഇല്ല അലീമ 5 നല്ല ആവോലി കൊണ്ടുവന്ന്. എന്നിട്ട് ഒന്നിക്കണ്ടേ മുള്ള്, അല്ലെങ്കിൽ നങ്ക്, അല്ലെങ്കിൽ 5 രൂപയുടെ മത്തി. പിയാപ്പളെ ഇനി നിന്ന് കേട്ട വമ്പ തൗസിയത്തിന് ലയാൽ, ഒരു തന്റെ ഭാര്യാമക്കൾക്ക് പരിശുദ്ധ റമദാൻ മാസത്തെ ചെലവിനൊരു വിശാലത ചെയ്യണം. റമദാൻ മാസം പ്രത്യേകം ചെയ്യേണ്ട ചില സംഗതിയാണ് വിവരിക്കുന്നത്. എല്ലാ മാസത്തിലും ഉണ്ടെങ്കിലും ഇഹ്സാൻ ഇലൽ അഖാരിബ്, അഖ്റബീങ്ങൾ, കുടുംബങ്ങൾക്ക് നന്മ ചെയ്യുക. കുടുംബങ്ങൾക്ക് കേട്ടോ, കുടുംബങ്ങൾക്ക് കൊടുക്കലാണ് ഏറ്റവും വലിയ ഗുണം. മലപ്പുറക്കാർക്ക് കൊടുക്കാനല്ല, കുണ്ടോട്ടിക്കാർക്ക് കൊടുക്കാനല്ല, ഇന്റെ നാട്ടിലുള്ളവർക്ക് കൊടുക്കുക. അതിന്റെ കുടുംബം കൂടിയാൽ വലിയ ഗുണായി. ഇഹ്സാൻ ഇലൽ അഖാരിബ്, കുടുംബങ്ങൾക്ക് കൊടുക്കുക. ഹത്താ മാ തദഉ ഫീ ഫിംറഅതിക, നീ എന്തെങ്കിലും സദഖ ചെയ്താൽ നിനക്ക് കൂലി കിട്ടും. ഹത്താ മാ തദഉ ഫീ ഫിംറഅതിക,
നിന്റെ പെണ്ണുങ്ങളെ തൊള്ളയിലിടുന്നതിൽ വരെ. ഇനി ബൈച്ചോ മുറിയില്ലോ കതിന് പാങ്ങ് വാങ്ങി പുലർത്തിവാട് ഒന്നിറന്ന് ആഴ്ച ഇതൊക്കെ നിന്നോ അയച്ചെല്ലാം കടിച്ചങ്ങൻ അതിലും എനിക്ക് കൂലിയാ. അമീതേ മോനിക്ക് പഴയതാ കുഞ്ഞൻ തിന്ന് അതിനും എനിക്ക് കൂലിയാ. ഉമ്മ ഒരു പാൻതാട്ട് നിങ്ങൾക്ക് തന്നേക്കോനെ അവനിക്ക് കൂലിയാ. ഇനി വിചാരിച്ച് അങ്ങും ഇന്നും വരുന്ന സ്ഥാപനത്തിൽ കൊടുക്കലാ കൂലിയുള്ളുന്ന പള്ളിക്കൊടു ഇഞ്ചിന്റെ പുലയിൽ ഉമ്മാക്ക് കൊടുക്കാൻ എനിക്ക് കൂലിയാ. ഇന്റെ പെണ്ണിനെ കൊടുക്കാനും ഇന്റെ മക്കൾക്ക് കൊടുക്കലും കൂടെ നീ നിന്റെ ഭാര്യന്റെ തൊള്ളയിലിട്ട് കൊടുക്കുന്നതിൽ വരെ. റമദാനിൽ പ്രത്യേകമായി ചെയ്യേണ്ട സംഗതി കുടുംബത്തിന് നന്മ ചെയ്യുക. അത് കഴിച്ചിട്ടേ ഇനി ബാക്കി ചെയ്യണം. അത് കഴിച്ചിട്ടേ ബാക്കി ചെയ്യണം. ഷെർവാനി പള്ളിയെ ചില ചങ്ങായികൾ സംഭാവനന്റെ പറഞ്ഞിട്ട് കരിയൊക്കെ ചെയ്താൽ 1000 റിയാലിന്റെ നോട്ട അതിന്റെ അകത്ത് പോവുക. 1000 റിയാൽ ഇന്ത്യന്റെ 10,000 അല്ലേ 15,000 അല്ലേ. 15,000 ഒരു 15 റുപ്യ ഇവന്റെ കുടുംബത്തിനും കൊടുത്തിട്ടാൽ ഒരു 15 റുപ്യ. നിങ്ങൾ മൂത്തമ്മ നീನು നോമ്പല്ലേ മറിയേ നീ ഒട്ടേ പട്ടേന്ന് 10 റുപ്യ എടുത്താ. മൂത്തമ്മ ഉമ്മാന്റെ അടുത്ത് നമുക്ക് 10 റുപ്യ 10,000 അല്ലേ 10 റുപ്യ അതതിന്റെ കയ്യിൽ നിന്ന് പോവും. അതതിന്റെ കയ്യിൽ നിന്ന് പോവും. ഇദ്ദേഹം മരുവോളം അങ്ങലുണ്ട് എഴുതിയിട്ട് കുറെ പൈസ വാങ്ങുന്നുണ്ട്. ഇപ്പൊ നോക്കി കുഞ്ഞമ്മദാജി 50 റുപ്യ, പോക്കറാജി 50 റുപ്യ, മഹമ്മൂദ് മൈലിയാർ 50 റുപ്യ, റസാക്ക് 50 റുപ്യ. ഓൻ വേഗം പട്ടേന്ന് 100 റുപ്യ എടുത്ത്. ഓൻ വേഗം പട്ടേന്ന് 100 റുപ്യ എടുത്ത്. ഓന്റെ മരുവോളിയായി വായിക്കുന്ന കേട്ടോ. ഓന്റെ മരുവോള എടുത്ത് 50 റുപ്യ എടുക്ക്. അല്ല ആ 100 റുപ്യ എഴുതി കൂടെ. അതെന്താ കുഞ്ഞോദാജി 50, പോക്കറാജി 50, മൊയ്താജി 50. എന്റെ മാത്രം എത്ര 100? അല്ല ഇന്റെ മരുവോളം അങ്ങനല്ലേ. പോക്കറാജിയും കുഞ്ഞോദാജിയും ഇടവല്ലക്കാരൻ 50 കൊടുത്തോട്ടെ, എനിക്കൊരു 100 കൊടുത്തൂടെ. ഒരു ദൂരമുള്ള ഒരു പ്രദേശത്ത് പിരിവെന്നെങ്കിൽ എത്ര കൊടുക്കും പൈസ? ഷെർവാനി പെടുന്ന 1000 റിയാൽ കൊടുത്തവനല്ലിഞ്ഞി എന്റെ മരുവോളം മംഗലത്തിൽ 500 റുപ്യ കൊടുത്തോടെ മുമ്പ എനിക്ക്. വാത്തിദൽ ഖുർബാ ഹഖ്ഖ, പരിശുദ്ധ ഖുർആന്റെ ഈ അവതരണം നോക്ക്. വാത്തിദൽ ഖുർബാ ഹഖ്ഖ, മുസ്ലിമീങ്ങളെ നിങ്ങളുടെ കുടുംബ ബന്ധുത്വമുடைய കക്ഷികൾക്ക് നിങ്ങൾ ആനുകൂല്യം ചെയ്യണം. അത് കഴിഞ്ഞിട്ടാ മറ്റുള്ളവർ. ഒന്ന് ശ്രദ്ധിച്ചോ, ഇതാരെയും ആക്ഷേപിക്കുന്നതല്ല. റമദാനിൽ ചെയ്യേണ്ട പ്രത്യേകം അമലിനെ സംബന്ധിക്കുന്ന കിതാബ് എന്റെ മുമ്പിൽ വെച്ച് വായിച്ച് നിങ്ങൾക്ക് കേൾപ്പിക്കുകയാണ്. വൽ ജീറാൻ, അയൽവാസിക്ക് ഗുണം ചെയ്യുക. അയൽവാസിക്ക് ഗുണം ചെയ്യുക. വലിയ കൈവുള്ളവന് കൊടുത്താൽ കൂലി ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണ് ജനങ്ങൾക്ക് വിശ്വാസം. ഇന്റെ അടുത്ത ഗൾഫുകാരന് കോടി കൊണ്ട് കളിക്കുന്നവനാ. ഇനി റമദാൻ അത് 1 കിലോ അയക്കൂറമാണ്. ഒരു 3 കഷ്ണം ഇന്ത്യയുടെ അടുത്ത് കഴിച്ച് 8 കഷ്ണം അങ്ങോട്ടല്ല കുഞ്ഞുതാജിന്. കുഞ്ഞുതാജിക്ക് എന്റെ അയക്കൂലിയൊന്നും വേണ്ട. എന്നാൽ കൂലി ഇല്ലാണ്ടായിപ്പോയില്ല കേട്ടോ. അയാള് കോടി കൊണ്ട് കളിക്കുന്ന ആളായിക്കോട്ടെ, എനിക്ക് കൂലി ഇല്ലാണ്ടൊന്നും ആവൂല. നിന്റെ പെണ്ണിന്റെ തൊള്ളയിൽ നീ ഒട്ടുകൊടുക്കുന്ന നീ ചെലവുകൾ നിർബന്ധമായ ഭാര്യക്ക് കൊടുക്കുന്നതിൽ വരെ നിനക്ക് സദഖയുണ്ട്. അതുകൊണ്ട് അയൽവാസിക്ക് ഗുണം ചെയ്യണം. അയൽവാസിക്ക് ഗുണം ചെയ്യണം. അയൽവാസിക്ക് ഗുണം ചെയ്യണം. ഞാൻ കഴിഞ്ഞൊരു ക്ലാസ് നിങ്ങൾക്ക് കേൾപ്പിച്ചില്ലേ, നബിയെ എനിക്ക് തങ്ങളുടെ ഒരു അമല് പറഞ്ഞു തരണം. ഇതാ അമിൽത്തു ദഖൽതുൽ ജന്ന, ആ അമൽ ഞാൻ ചെയ്താൽ നേരിട്ട് സ്വർഗത്തിൽ കടക്കണം. അങ്ങനത്തെ ഒരു അമൽ എനിക്ക് ചെയ്യണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്താണ്? കുൻ മുഹ്സിന, സ്വർഗത്തിൽ പോകുന്ന അമലാ മോനെ വേണ്ടത്. അതെ, എന്നാ കും മുഹ്സിന, നീ ഒരു ഗുണവാനായി ജീവിച്ചോ, എന്നാ റെഡിയാ, സ്വർഗം കിട്ടും. ഈ സഹാബിയത്ത് കൈഫ അലമു അന്നി മുഹ്സിൻ, ഞാനൊരു ഗുണവാനായി എന്ന് എനിക്കെങ്ങനെ തങ്ങളെ മനസ്സിലാകും? അപ്പൊ റസൂലുള്ളാഹിന്റെ മറുപടി സൽ ജീറാനക, നീ ഒരു ഗുണവാനാണോ അല്ലേ എന്ന് നിന്നെപ്പറ്റി നിന്റെ അയൽവാസിയോട് ചോദിക്കും. ഫയം ഖാലു ഇന്നക മുഹ്സിൻ, നിന്റെ അയൽവാസി നിന്നെപ്പറ്റി നല്ല ഗുണം ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞാൽ ഫഅന്ത മുഹ്സിൻ, നീ ഗുണം ചെയ്യുന്നവൻ തന്നെ. ഈ ഹദീസ് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ.
ഇന്ന് നാട്ടിലൊരു പൈസക്കാരനെ പറ്റി, ഒരു മുതലാളിയെ സംബന്ധിച്ച് അതിന്റെ അടുത്തുള്ള ഒരു പെണ്ണിനോട് ചോദിച്ചു, ഒരു പാവപ്പെട്ട ഒരാണിനോട് ചോദിച്ചു, എന്തേ കുഞ്ഞുക്കാരുടെ സ്ഥിതി, എന്തേ അമ്മാജനത്, എന്ത് ചെയ്ത ആളിനോട് പറയേണ്ടി, ഞാൻ കുന്നയാളൊന്നും ചെയ്യല്ലേ. ഇത് ചെറുകൾ വായിക്കുമ്പോൾ എല്ലാവരും 100 രൂപ എടുത്തേക്ക് നോമ്പന് സക്കാത്തിന്റെ പൈസ എടുക്കും, ഞാക്കും തരും 100 രൂപ, ഞാക്കും ഇടവിലക്കാരായിട്ട് പോകണം, നമുക്ക് ഇല്ലേ. ഈ ആയാരെപ്പറ്റി മലപ്പുറത്ത് പോയി ചോദിച്ച്, മഹമ്മൂദ് ഉസ്താദെ നിങ്ങള് ഇവിടെ പോയിനോ? ആ പോയിക്ക്, തിരുപ്പങ്ങോട്ട് പോയിക്ക്, അവിടെ ഒരു ആയാറല്ലേ, ഒരു എന്താ ഒരു വല്ലാത്ത നല്ല മനുഷ്യനാണ്. എന്റെ ഒരു പെങ്ങളുടെ മകളെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് 2 പവനാഥം, നല്ല മനുഷ്യനാ. മലപ്പുറത്ത് ചോദിച്ചപ്പോ ഇയാളെ നല്ല അഭിപ്രായോ? ഇടപെടത്തുള്ള കദീശ മണി ചോദിക്കുമ്പോ എല്ലാവർക്കും കൊടുക്കുമ്പോൾ 2 രൂപ നമുക്ക് തരും. അത് പോരവമ്പ. നിനക്ക് നല്ല പേരുണ്ടാകേണ്ടത് നിന്റെ നാട്ടിലാണ്, നിന്റെ കുടുംബത്തിലാണ്. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, പരിശുദ്ധ റമദാനത്തിന്റെ പ്രത്യേകമായ അമൽ കുടുംബത്തിന് ആനുകൂല്യം ചെയ്യുക, വൽ ജീറാനി അയൽവാസിക്ക് ചെയ്യുക, തഹജ്ജുദ് നിസ്കരിക്കുക. തഹജ്ജുദ് നിസ്കരിക്കാൻ എല്ലായ്പ്പോഴും നമുക്ക് കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. റമദാൻ മാസത്തിൽ ആർക്കും കഴിയും, പെണ്ണുങ്ങളെ ആർക്കും കഴിയും. എന്നാ ഉസ്താദ് തഹജ്ജുദ് യശാ നിസ്കാരത്തിന്റെ ശേഷം ഒന്ന് ഉറങ്ങണം, ആണ് എത്ര ഉറങ്ങാൻ. ആ ഉറങ്ങി എഴുന്നേറ്റ് ഉദുണ്ടാക്കി എന്ത് നിസ്കാരം നിസ്കരിച്ചാലും തഹജ്ജുദാ. എന്ത് സുന്നത്ത്ക്കാരും ശരി, ഫർദ് കളിച്ചാലും ശരി, കഥ കിട്ടിയാലും ശരി, എന്ത് നിസ്കരിച്ചാലും തഹജ്ജുദാ. ഇനി തഹജ്ജുദ് ഒന്ന് നിസ്കരിക്കുക, ഞാൻ 3 കിണിച്ച് അള്ളാർപ്പിച്ച് 2 തഹജ്ജുദ് നിസ്കാരം അള്ളാഹ് നിസ്കരിക്കും, അള്ളാഹ് അത് തഹജ്ജുദായി. യേശാന്റെ മുമ്പുള്ള ശേഷന്റെ സുന്നത്ത് കരിച്ചില്ല, വേഗം ഉറങ്ങിപ്പോയതാ. ഒരു 3 കിണിച്ച് ഒന്നുണ്ടാക്കി ഞാൻ യശാന്റെ പുറകെയുള്ള 2 സുന്നത്ത് അള്ളാഹ് നിൽക്കരുത്, ഔ തഹജ്ജുദ. എന്ത് നിൽക്കാറ് തഹജ്ജുദ. എന്റെ 100 കഥ ആയിപ്പോയിക്ക്, നീ രാത്രി 4 മണിക്ക് എണീച്ച് ഒന്നുണ്ടാക്കി, എനിക്ക് കഥ ആയിപ്പോയ 100 അള്ളാഹുത്തലാക്ക് നിൽക്കരിക്കും. അവൻ തഹജ്ജുദ 100 ആവും, തഹജ്ജുദാവും. ഇയാൾ നിസ്കരിച്ചതിന്റെ ശേഷം ഒന്ന് ഉറങ്ങുക. ഉറങ്ങി എഴുന്നേറ്റ് സുബഹിന്റെ മുമ്പ് എന്ത് നിസ്കരിച്ചാലും തഹജ്ജുദിന്റെ കൂലി കിട്ടും. തഹജ്ജുദാണ്. തഹജ്ജുദ് എന്ന് കരുതിയിട്ട് നിസ്കരിക്കാം. ഇത് റമദാൻ അല്ലാത്ത കാലത്ത് എല്ലാവർക്കും കഴിയൂല. ജോലിക്കാരാണ്, പല ശുഗലിയാറാണ്, രാത്രി ജോലി കഴിഞ്ഞ് പുരയിൽ വന്ന് യശാക്കെ നിസ്കരിച്ച് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാണ്. സുബിയാൻ കൊടുത്താൽ എണീക്കുക. അപ്പൊ നമുക്ക് തഹജ്ജുദ് ഉണ്ടാവൂല. തഹജ്ജുദാവണമെങ്കിൽ യശായിന്റെ ശേഷം ഒന്ന് ഉറങ്ങണം. ഉറങ്ങി സുബഹിന്റെ വിളിക്ക് എന്തെങ്കിലും നിൽക്കാ തഹജ്ജുദ. സുബഹി കിണിച്ചപ്പോ തഹജ്ജുദ് ഉണ്ടാവൂല. ഇത് റമദാൻ അല്ലാത്ത അവസരം എല്ലാവർക്കും കഴിയും. റമദാനിക്ക് എല്ലാവർക്കും കഴിയൂല്ലോ. യശാവ് നിസ്കരിച്ച് പള്ളിയിൽ തരാവ് കഴിച്ച് പുരയെ പോയി മുത്താത്തിന്റെ ചായ കുടിച്ച് ഉറങ്ങി. പെണ്ണുങ്ങൾ ചോറും വെച്ച് ഓലും ഉറങ്ങി. 3 മണിക്ക് കെടിവെച്ച് കെടിപൊട്ടി എണീച്ച് ദേഹം ഉദാർപ്പിച്ച് ഖദീജ 2 റക്അത്ത് നിസ്കരിച്ച് തഹജ്ജുദാ. ഒന്ന് ദ്വാരന്നോടെ മാപ്പിളനെ വിളിച്ച് ഓനും ബേ ഒന്നുണ്ടാക്കി 2 റക്അത്ത് നിസ്കരിച്ച്, കുഞ്ഞോദാനം വിളിച്ച് ഓനും ഒന്നുണ്ടാക്കി 2 റക്അത്ത്. എന്ത് നിൽക്കാറ് നിൽക്കച്ചാ തഹജ്ജുദാ. തഹജ്ജുദ് ആവണമെങ്കിൽ യശായിന്റെ ശേഷം ഒന്ന് ഉറങ്ങണം. ഉറങ്ങി എഴുന്നേറ്റ് സുബഹിന്റെ നിസ്കരിക്കണം. അതുകൊണ്ട് ഈ കൊല്ലത്തെ റമദാനിലെങ്കിലും ഞാനും നിങ്ങളും തഹജ്ജുദ് നിസ്കരിക്കണേ. അള്ളാഹ് നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹ് എനിക്കും നിങ്ങൾക്കും പ്രത്യേകം എന്റെ സഹോദരിമാർക്കും തൗഫീക്ക് ചെയ്യട്ടെ. ഏത് ദുആ നബിയെ വേഗം പഠിച്ചെന്ന് ഉത്തരം ചെയ്യാ. ദുബുറസ്സല നിക്കാരത്തിന്റെ ശേഷം, വഖ്തുസ്സഹർ പാതിര സമയം. ഇത് രണ്ടും റമദാനിക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താലോ. പൊൽച്ചക്കിണീച്ച പാതിര സമയമായില്ലേ. യശാവ് നിക്കരിച്ച് പുരയെ പോയിച്ച് ഉറങ്ങിയതല്ലേ. ഉറങ്ങിയെന്ന് നിക്കരിച്ചുള്ള തഹജ്ജുദ്. ഇപ്പൊ പാതിരാ സമയത്തുമായി തഹജ്ജുദുമായി എല്ലാ പുണ്യവും ഒത്തില്ലേ. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളും എപ്പോഴെങ്കിലും റമദാൻ അല്ലാത്ത തഹജ്ജുദൊക്കെ നിസ്കരിക്കണം. എപ്പോഴും ആയിക്കൊള്ളണമെന്നില്ല. റമദാനക്ക് വിചാരിച്ച എല്ലാവർക്കും 2 തഹജ്ജുദ് നിസ്കരിക്കാൻ. വഅ്തികാഫുൻ റമദാനിക്ക് പ്രത്യേകമുള്ള ഒരു സുന്നത്ത് എല്ലാ മാസത്തിലും ഉണ്ടെങ്കിലും ഒരു പ്രത്യേകത റമദാനിൽ ഇഅ്തികാഫിനുണ്ട്. പള്ളിയിൽ പ്രവേശിച്ചാൽ ഞാൻ ഈ പള്ളിയിൽ ഇഅ്തികാഫിനെ കരുതി എന്നൊന്ന് കരുതുക. കേട്ടാണുങ്ങളെ എന്നൊന്ന് കരുതുക.
കരുതിഞ്ഞ് ഉറങ്ങിയാലും ശരി, ഇനി പത്രം നോക്കിയാലും ശരി, ഇനി നാടൻ വർത്താനം പറഞ്ഞാലും ശരി, ഇനി എഴുത്തിക്കാപ്പിന്റെ കൂലി കിട്ടിക്കോളൂ. ഇനി കരുതിക്കല്ലോ എഴുത്തിക്കാപ്പിന, ഇനി കരുതിക്കല്ലോ. നിങ്ങൾ മരിക്കോളൂ ഒരു പള്ളിക്കാരിയാണ്. മയത്ത് കൊണ്ടുപോകുമ്പോൾ കാര്യക്കോട്ടെ, നിക്കരിക്കുവാൻ കാര്യക്കോട്ടെ, ഉറങ്ങാൻ കാര്യക്കോട്ടെ, ഒതോടുകൂടിയാവട്ടെ, ഒതുവില്ലാണ്ടാവട്ടെ, പള്ളി കടന്നാൽ ഞാൻ ഈ പള്ളിയിൽ എഴുത്തിക്കാപ്പിനൊക്കെ എന്നാടെ കരുതിയാൽ ഇനി പള്ളിയിൽ നിന്ന് പുറപ്പെടുവോളം എനിക്ക് കൂലി ഉണ്ടാവും എഴുത്തിക്കാപ്പിന്റെ. അള്ളാഹുവിന്റെ റസൂൽ എഴുത്തിക്കാഫിരുന്നിരുന്നു. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം റസൂലുള്ളാഹിന്റെ ഭാര്യമാർ എഴുത്തിക്കാഫിരുന്നിരുന്നു. ഇന്നത്തെ ചുറ്റുപാടിൽ നാടൻ പള്ളിയിൽ പെണ്ണുങ്ങളങ്ങനെ പോകണ്ട. വളരെയധികം ഫിത്ന വർദ്ധിപ്പിച്ച കാലമാണ്, വളരെ വർദ്ധിച്ച കാലമാണ്. എന്നാൽ പത്രത്തിലുണ്ടായിരുന്നു 2.5 വയസ്സുള്ള ഒരു പെണ്ണിന് സ്വന്തം പിതാവ് ബലാത്സംഗം ചെയ്തു. 55 വയസ്സിൽ. അത് കണാറിനും കേൾപ്പനല്ല, നമ്മൾ പോലത്തെ 50 പോക്കറും. 55 വയസ്സുള്ള സ്വന്തം മോള 2.5 വയസ്സുള്ള കീറിപ്പോയിക്കുണ്ടാവും. ആരോട് പറയാനാണ് പഠിച്ചോനെ? ഇത്രയും മോശമായ അന്തരീക്ഷത്തിൽ ഈ കാലഘട്ടത്തിൽ ആണുങ്ങൾ പോകും പോലെ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണ്ട. നിങ്ങൾ പുരേ നിക്കരിച്ചോ? ബിയൂത്തുന്ന അള്ളാഹുവിന്റെ പുണ്യമായ ഹജ്ജ് കർമ്മം ചെയ്യാൻ പരിശുദ്ധ മക്കയിൽ പോയാൽ, മദീന മുനവറയിൽ പോയാൽ അവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പോകണം. ഹജ്ജ് കിട്ടണമെങ്കിൽ ഹജ്ജിന്റെ ഒരു ഫർളാണ് തവാഫ്. ഉംറ കിട്ടണമെങ്കിൽ ഉംറന്റെ ഒരു ഫർളാണ് തവാഫ്. ഈ തവാഫ് മക്കത്തെ പള്ളിയുടെ ഉള്ളിൽ തന്നെ ചെയ്യണം, പുറത്തുനിന്നൊന്നും ചെയ്താൽ പോരാ. മക്കത്തെ പള്ളി പെണ്ണുങ്ങൾ പോകണം, ആണുങ്ങൾ പോകണം. അപ്പൊ പോയ അവസരം എന്റെ മോള് എഴുത്തിക്കാഫിനെ കരുതണേ, ഞാൻ ഈ പള്ളിയിൽ എഴുത്തിക്കാഫിനെ എന്നെന്റെ മോള് കരുതണേ മോളെ, കരുതണേ. ഖബർ സിയാറത്ത് യുസ്തഹബ്ബു സിയാറത്തുൽ ഖുബൂരി ലിർരിജാൽ. പുരുഷന്മാർക്കാണ് ഖബർ സിയാറത്ത് സുന്നത്ത്, പെണ്ണുങ്ങൾക്ക് ഖബർ സിയാറത്ത് സുന്നത്തില്ല. മോളെ, നിങ്ങളോട് ശറയിൽ ഒരു ദേഷ്യമുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ഹുക്കം വന്നല്ല. നിങ്ങൾക്ക് സബൂറിന് ശക്തിയില്ലാത്തവരാണ്. നീയും ഭർത്താവുമായി പൊത്തിപ്പിടിച്ചുറങ്ങിയ പ്രിയപ്പെട്ട ഭർത്താവ്, എപ്പോഴും ഒന്നിച്ചുറങ്ങുന്ന പ്രിയപ്പെട്ട ഭർത്താവ് പെട്ടെന്ന് അറ്റാക്കായി മരിച്ചു. അന്ന് തന്നെ ഖബറടക്കി. അന്ന് വൈകുന്നേരം വരെ പിറ്റേന്ന് രാവിലെ മോളെ ആ ഖബറിന്റെ അടുത്ത് നീ നിന്നാൽ എന്താകും? നീ ഒരുപക്ഷെ നിനക്ക് അറ്റാക്കായിട്ട് മരിച്ചു പോകും. ഇന്നലെ എന്റെ നെഞ്ഞത്ത് കയറി സുഖിച്ച എന്റെ മാപ്പിള ഈ മണ്ണിന്റെ ഉള്ളിലായിപ്പോയല്ല പടച്ചോരേ. ആ വ്യസനം നിന്റെ മനസ്സിനെ അലട്ടിയിട്ട് ഒരുപക്ഷെ നീ അബോധാവസ്ഥയിൽ വീണു പോകാനിടയിൽ. സ്ത്രീ സമൂഹം പുരുഷന്മാരെ പോലെ ബുദ്ധിയുള്ളവരല്ല, ബുദ്ധി കുറവുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങളോടൊരു അലിവുള്ളത് കൊണ്ടാണ് ഷറയിൽ പെണ്ണുങ്ങൾ അങ്ങനെ ഖബർ സിയാറത്തിന് പോകണ്ട. പിന്നെ ഔലിയാക്കന്മാരെ ഖബറൊക്കെ സിയാറത്ത് നമുക്ക് പുണ്യം കിട്ടാനുള്ളത് കൊണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് ഈറാഹി എന്ന കിതാബിൽ പറയുന്നു, ഇല്ലാ ഖബറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലുള്ളാഹിന്റെ ഖബർ ഒഴികെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ സിയാറത്ത് മുസ്തഹബ്ബുൽ ലിരിജാലി വന്നിസാ. ആണിനും പെണ്ണിനും സുന്നത്താണ്. ലക്ഷക്കണക്കായ കോടിക്കണക്കായ പെണ്ണുങ്ങൾ എല്ലാ സന്ദർഭത്തിലും മസ്ജിദുൻ നബവിയായിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പൊക്കെ ഹജ്ജിനാണ് ആള് കൂടുതൽ, ഇപ്പൊ ഉംറക്കും വളരെ കൂടുതൽ ആളാണ്. കണ്ട അനുഭവമാണ് നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, മക്കത്തെ പള്ളിയിൽ പ്രവേശിച്ചാൽ മദീനത്തെ നിങ്ങളുടെ നാവുകൊണ്ട് ഞാൻ ഈ പള്ളിയിൽ എഴുത്തിക്കാഫിനെ എന്നൊന്ന് കരുതണേ മോളെ. എന്നിട്ട് നീ കിടന്നുറങ്ങിയാലും നിനക്ക് എഴുത്തിക്കാഫിന്റെ കൂലി കിട്ടും. നീ ഒന്നും ചെല്ലുന്നും പിടിവാവുന്നൊന്നുമില്ല, എന്നാലും നിനക്ക് എഴുത്തിക്കാഫിന്റെ കൂലി കിട്ടും. എഴുത്തിക്കാഫ് എല്ലാ മാസത്തിലും എല്ലാ ദിവസത്തിലും എല്ലാ വഖത്തിലും നല്ലതാണെങ്കിലും ലാ സിയ്യമാ അശ്റു ആഖിരി, പ്രത്യേകം റമദാൻ മാസത്തിൽ നിന്നും പ്രത്യേകത അശ്റു അവാഖിരി, അതിന്റെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്ർ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ 99% ദിവസങ്ങളാണ്. 21-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവ്, അവസാനത്തെ ഒറ്റയായ രാത്രികൾ. അപ്പൊ അത്രയും പുണ്യമുള്ള ദിവസങ്ങളിലൊക്കെ
പള്ളിയിൽ ഇഅ്തികാഫ് വളരെ നല്ലതാണ്. സഹോദരന്മാരെ ശ്രദ്ധിക്കണം. ഇനി നിങ്ങളുടെ വീട്ടിലെ ഒരു റൂം വേണമെങ്കിൽ നിങ്ങൾക്ക് പള്ളിയാക്കി വഖഫ് ചെയ്യാം. പള്ളിയാക്കിയാൽ പിന്നെ ഖിയാമത്ത് നാൾ വരെ പള്ളിയാത്തിനെ സംരക്ഷിക്കേണ്ടി വരും. അവിടെ നിനക്കും നിന്റെ ഭാര്യക്കും അവിടെ നിസ്കരിക്കാം, അവിടെ ഇഅ്തികാഫിരിക്കാം, അവിടുന്ന് ഖുർആൻ ഓതാൻ പ്രശ്നമൊന്നുമില്ല. മുൻപൊക്കെ ചില കാര്യപ്പെട്ട പൈസക്കാരൊക്കെ അങ്ങനെ ചെയ്യാൻ വീട്ടിനോടടുത്തൊരു ചെറിയ സെറാമ്പി ഉണ്ടാക്കും, അതല്ലെങ്കിൽ പള്ളിയാക്കി വഖഫ് ചെയ്യും. അവന്റെ കുടുംബത്തിന് മാത്രം നിസ്കരിക്കാം. അപ്പൊ ഇഅ്തികാഫും ചെയ്യാമല്ലോ, തഹിയ്യത്ത് നിസ്കരിക്കാമല്ലോ. കഴിയുന്ന അങ്ങനെ ചെയ്തു. അതല്ല, നാടൻ സമ്പ്രദായത്തിൽ ബാങ്ക് കൊടുത്താൽ പള്ളിയിൽ പോകുന്ന സംഗതി ഈ കാലഘട്ടത്തിലെ സഹോദരിമാര് ചെയ്യേണ്ട. കാലം വളരെ മോശമായി കൊണ്ട് നീങ്ങുന്ന കാലഘട്ടമാണിത്. അതുകൊണ്ടാണ് നിങ്ങളോട് നിരോധിക്കുന്നത്. റമദാനിന്റെ അവസാനത്തെ 10 ഈ ദിക്ർ വർദ്ധിപ്പിക്കണം. പറഞ്ഞോക്ക്, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. പറഞ്ഞോക്ക് മോളെ, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. പറയണേ. അത് വളരെ അർത്ഥവത്തായ ദിക്റാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക അഫുവ്വുൻ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, ദോഷം ചെയ്ത് ഖേദിച്ചു മടങ്ങി നിന്നോട് ആവശ്യപ്പെട്ടാൽ അത് വിട്ടുകൊടുക്കും. അത് നീ ഇഷ്ടപ്പെടുന്നതാണ്. വിട്ടുകൊടുക്കൽ ദേഷ്യമൊന്നുമില്ല. അതുകൊണ്ട് ഫഅഫു അന്നി, പാവിയാ എനിക്ക് നീ വിട്ടുതരണേ അല്ലാ. ആണേ പെണ്ണേ പറഞ്ഞോ. റമദാനിൽ പ്രത്യേകം അവസാനത്തെ 10 അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ويندب للصائم أن يكف نفسه عن الشهوات المباحة. ഹലാലായ വികാരങ്ങളെ തൊട്ട് പരിശുദ്ധ റമദാനിൽ ശരീരത്തിനെ ബന്ദ് ചെയ്യണം. ആണും പെണ്ണുമൊക്കെ. നിനക്ക് റേഡിയോ കേൾക്കൽ ഹലാലാണ്, റേഡിയോന്റെ അകത്തുള്ള പാട്ട് കേൾക്കൽ നിനക്ക് ഹലാലാണ്. റമദാൻ മാസത്തിൽ നോൻപുള്ള വ്യക്തി അതൊന്ന് വർജിപ്പിക്കൽ നല്ലതാണ്. നോമ്പല്ലേ, റമദാനല്ലേ, അതിന്റെ പവിത്രത മാനിക്കണ്ടേ. അതുകൊണ്ട് ഇപ്പം വോളിബോൾ കാണുവാൻ പോണ്ട, ഇപ്പം കോൽക്കളി കാണുവാൻ പോണ്ട, ഇപ്പൊ സിനിമ പാട്ട് വെക്കണ്ട. വാർത്തമാണ് കേട്ടങ്ങ് ബന്ധായിക്കോ. അയ്യൊരു തീരുമാനം നിങ്ങൾ എത്തണം കേട്ടോ. ഇന്ന് 24 മണിക്കൂറും അധികം പോയിട്ട് ചുമരം എഴുതുന്നുണ്ട്. അതിന്റെ പേരെന്നാ ഈ കാണുന്നതിന്റെ പേര് എന്നാ? LCD എന്താ അറിയില്ല. എല്ലാ പുരയിലുണ്ട്. എല്ലാ ദുന്യാവും എന്തെല്ലാം കളി, അതെല്ലാം അതിൻ്റെ അകത്തുണ്ട്. എന്തെല്ലാം കളി. ഒരാണും പെടുന്ന വല്ല ബന്ധപ്പെടുന്ന കൂടി അതിൻ്റെ അകത്ത് ഒക്കെ കാണും. അതിൻ്റെ അകത്ത് പിടിക്കൂല എന്ന് വിചാരിച്ചുകൂടാ. എന്നാലും മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു പെണ്ണുങ്ങൾ പ്രസവിക്കുമ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ ക്യാമറയിൽ പകർത്തി മറന്നു കിടന്ന് കാലം പിടിച്ചേച്ച് കുഞ്ഞനെങ്കിൽ വരുമ്പോൾ ഇതിൻ്റെ അധികം പിടിച്ച് ഇതെല്ലാവർക്കും കാണിക്കുവാനാ. ഇത് ഇത്ര വലുതാവും, ചെറുതാണ്. അങ്ങനത്തെ ഒരു കാലായത് കേട്ടോ. അതുകൊണ്ട് പരിശുദ്ധ റമദാനിൽ കഴിവിന്റെ പരമാവധി ഹലാലായ വികാരങ്ങളെ തൊട്ട് നിങ്ങളൊന്ന് ശരീരത്തിന് ബന്ദ് ചെയ്യണേ. ഒരു നിർബന്ധത്തിന് വേണ്ടി ഒരു നിലവാരമുള്ള പത്രത്തിൽ നോക്കിക്കോ. എന്നാൽ പത്രം തീർത്ത് നോക്കുക, മാതൃഭൂമി തീർത്ത് നോക്കുക, മനോരമ തീർത്ത് നോക്കുക, ചന്ദ്രിക തീർത്ത് നോക്കുക. അതിൽ ലേശം വിടുക. ഒരു അത്യാവശ്യം എന്തെങ്കിലും വാർത്ത ഉണ്ടെങ്കിൽ നോക്കുക. ബാക്കി ഖുർആന്, ദിക്ർ, സ്വലാത്ത്, അതിൽ നിങ്ങളെ ടൈം ഉപയോഗപ്പെടുത്തണേ. അല്ലാഹ് എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. മിനത്തദല്ലുലി അനിത്തലദ്ദുദി ബിമസ്മൂഅ്, കേൾക്കപ്പെടുന്ന സംഗതി കൊണ്ട് സുഖം പ്രാപിക്കുക. കേട്ടാ നല്ല രസമുണ്ടെന്ന പലജാതി പാട്ടുകളുണ്ടാവുമല്ലോ. പാട്ട് കേൾക്കല് ഹലാല. ആ കേൾവിക്ക് രസമുള്ള പാട്ട് റമദാൻ മാസത്തിൽ ഇനി കേൾക്കണ്ട. കേൾക്കൽ ഹറാമൊന്നുമില്ല, എന്നാൽ ഹലാലാണെങ്കിലും അത് റമദാൻ മാസത്തിൽ നിന്ന് ബന്ധാക്കിക്കോ. മുമ്പുസരിൻ, അല്ല കണ്ടാൽ രസമുണ്ടാകുന്ന സാധനം. വോളിബോളൊക്കെ കളിക്കുന്ന വേണം നല്ല രസമുണ്ടാവും. അതൊന്നും ഒറ്റ വാക്കിൽ വോളിബോൾ കളി ഹറാമൊന്നും പറയാൻ നമുക്ക് പറ്റൂല. അത് കാണല് ഹലാലുമാണ്. റമദാൻ മാസത്തിൽ അങ്ങനെ ഒരു വോളിബോൾ കോർട്ട് സംഘടിപ്പിക്കണ്ട.
അത് സംഘടിപ്പിച്ചാൽ മുസ്ലിമീങ്ങൾ അതിന് റമദാൻ മാസത്തിന് പ്രാധാന്യം കൊടുക്കണ്ട. അത് പറ്റ ഇല്ലാമിച്ച് നമുക്ക് ആകൂലെങ്കിൽ നീ അതിൽ പങ്കെടുക്കാതിരിക്കുക. തൊട്ടാൽ രസമുണ്ടാകുന്ന സംഗതി റമദാൻ മാസം തൊടാതിരിക്കുക. എന്റെ പെണ്ണുങ്ങൾക്ക് തൊട്ടത് കുഴപ്പമില്ലല്ലോ, കുപ്പാത്തിലുള്ള കൂടെ തന്നെ കൈയിട്ട് ഉമ്മിഞ്ഞെല്ലാം തൊടാലോ, അതിനൊന്നൊരു കുഴപ്പമില്ലല്ലോ. ഇനി മുണ്ടിനോട് തന്നെ കയ്യിലാടെല്ലാം തൊട്ട് അതിനോട് കുഴപ്പമില്ലല്ലോ. എന്നാ ബമ്പ റമദാൻ മാസം അക്കൾ ഇന്നും കളിക്കണ്ട. ചിലപ്പോ കളിക്കാൻ തുടങ്ങി അതുകൊണ്ട് മതിയാക്കൂല, ചിലപ്പോ അങ്ങ് ബലിയമേൽ എത്തിപ്പോവും. അതുകൊണ്ട് സബൂറായിക്കോ. തൊട്ടാല് രസമുണ്ടാകുന്ന സംഗതി റമദാൻ മാസത്തിന്റെ പകല് നോമ്പുള്ള വ്യക്തി അത് തൊടാൻ നിൽക്കണ്ട. കണ്ടാല് നല്ല രസമുണ്ടാകുന്ന സംഗതി ഹലാലാണെങ്കിൽ തന്നെ റമദാന്റെ പകല് അത് ഒഴിവാക്കുക. തൊട്ടാല് രസമുണ്ടാകുന്ന സംഗതി അത് ഹലാലാണെങ്കിൽ തന്നെ റമദാൻ മാസത്തിന്റെ പകല് നീ അത് ഒഴിവാക്കുക. വാസനിച്ചാൽ രസമുണ്ടാകുന്ന സംഗതി ഹലാലാണെങ്കിലും റമദാൻ നോൻപോട് കൂടി നീ അത് ഒഴിവാക്കുക. അത്ര വരട്ടുക, അത്ര വാസനിക്കുക, എയറോയിൽ വരട്ടുക, അത് വാസനിക്കുക, സ്പ്രേ ഉപയോഗിക്കുക, അത് വാസനിക്കുക. അതിനൊന്നും ഹറാമാന്ന് ഒറ്റവാക്കിൽ പറയാൻ പറ്റൂലെങ്കിലും റമദാൻ നോൻപുള്ള വ്യക്തികൾ വാസനിച്ചാൽ റാഹത്ത് കൂടുന്ന ആ മാതിരി റമദാന്റെ പകൽ ഉപയോഗിക്കാതിരിക്കുക. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളൊക്കെ റമദാനിലും അല്ലാത്ത ഈ വിഷയത്തിൽ സമന്മാരാ. നോമ്പിന് മുമ്പ് അങ്ങനെ ഞങ്ങാടിപ്പോയാല് പുതിയ ഉപ്പ എടുത്തിട്ട് സ്പ്രേ ഒക്കെ കുടഞ്ഞി കുറച്ച് നാൾ പാടെടുത്ത് നിങ്ങളാക്കി കുറച്ച് വെള്ളം അങ്ങനെ അത് റമദാനൊക്കെ അങ്ങനെ തന്നെ. അങ്ങനെ പോരെ വമ്പ റമദാൻ അല്ലാത്ത എറിഞ്ഞ് പൗണ്ടറെല്ലിട്ട് കേട്ടോ കുറച്ച് ഏറെല്ലാം പെരട്ടി ഒന്ന് നല്ല ഫോമാക്കി എല്ലറിഞ്ഞ് പോയാല് റമദാൻ മാത്രം അത്ര വലിയ വാസന ദ്രവ്യമൊന്നും ഉപയോഗിച്ചിട്ട് വലിയ ഫോമാക്കണ്ട. പരിശുദ്ധ റമദാന്റെ ഹുർമത്തിനെ മാനിച്ചുകൊണ്ട് അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തോ. ഭാര്യയും ഭർത്താവുമായി ബന്ധപ്പെട്ടാൽ സുബൈന്റെ മുമ്പ് കുളിക്കുക, അതാ നല്ലത്. സുബൈന്റെ മുമ്പ് കുളിക്കൽ രൂപമൊന്നുമില്ല കേട്ടോ. അത്താത്തിന്റെ ചോറും വെച്ച് ഞത്തുപോയി കിടന്ന് കദീശയും വന്ന് നിങ്ങൾ ബന്ധപ്പെട്ട് പിന്നെയും പൊത്തിപ്പിടിച്ച് കിടത്തം തന്നെയാ. കിടന്നു സുബിയാൻ കൊടുത്തു അസ്സലാത്തു ഖൈറും മിനൻ നൗം, അസ്സലാത്തു ഖൈറും മിനൻ നൗം. സുബിയാൻ കേൾക്കുക, എണീച്ച് പോയി കുളിച്ച് സുബിക്കരിക്കുക, ഒരു ദോഷവും അതിലില്ല. പക്ഷെ റമദാൻ മാസത്തെ രാത്രി പെണ്ണുങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ സുബൈന്റെ മുമ്പ് കുളിക്കലാ നല്ലേ. കേട്ട മോനെ, കേട്ട മോളെ. അതുപോലെ എനിക്ക് ഹൈദുണ്ടായി റമദാൻ മാസത്തിൽ. സാധാരണ AS ഉണ്ടാവുക, ഇന്നേക്ക് AS ആയി. പൊളിച്ച കിണീച്ച് നോക്കുമ്പോൾ രക്തത്തിന്റെ അസറൊന്നുമില്ല. സാധാരണ AS പൂർത്തിയാക്കിയത്. എനിക്ക് വേണ്ടത് ആ രാത്രി തന്നെ കുളിച്ച് അന്നേരത്തെ മഗ്‌രിബ് ഇശാവും നിസ്കരിച്ച് അത്താഴത്തിന്റെ ഭക്ഷണം കഴിച്ച് നോമ്പും തെറ്റത് കിടക്കുക. ഇതിന് പരിപൂർണമായിട്ട് ചെയ്യേണ്ടത് അങ്ങനെയാണ്. അഥവാ നിനക്കത് ചെയ്യാൻ സൗകര്യപ്പെട്ടില്ല എങ്കിൽ എന്റെ മുത്തുമോളെ, നീ അത്താഴത്തിന്റെ ഭക്ഷണമൊക്കെ റാഹത്തായിട്ട് കഴിച്ച് എന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നബൈതു സൗമ ഗദിൻ അന്നദായി ഫർദ് റമദാനി ഹാദിഹി സന, ഈ കൊല്ലത്ത് പരിശുദ്ധ റമദാന്റെ ഫർദാക്കപ്പെട്ട നോമ്പിന് നാളെ ഞാൻ എടുക്കാൻ വേണ്ടി എന്ന് കരുതിയിട്ട് പിന്നെ എന്റെ കുഞ്ഞുമോട് ഉറങ്ങിക്കോ കേട്ടോ. എന്നിട്ട് സ്വബിയൊക്കെ ബാങ്കൊക്കെ കൊടുത്തതിന് ശേഷം ഉണീച്ചിട്ട് ഹൈദിന്റെ നിർബന്ധമായ കുളി കുളിച്ചാൽ മതി കേട്ടോ. ഹൈദുള്ള പെണ്ണുങ്ങൾ നോമ്പ് നോക്കണമെങ്കിൽ കുളിച്ചാലേ നോറ്റൂടൂ എന്നുള്ള മസാല എന്റെ മോള് മനസ്സുകൊണ്ട് ഒഴിവാക്കണേ. എന്റെ ഹൈദിലൊക്കെ നിന്നാൽ നീ കുളിച്ചിട്ട് നിസ്കരിക്കണം. ആ കുളി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കാം. അപ്പൊ റമദാൻ മാസത്തിന്റെ രാത്രി പെണ്ണുങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ ആ കുളി സുബൈന്റെ മുമ്പ് കുളിക്കലാ നല്ലത്. സുബൈന്റെ ശേഷം കുളിച്ചാൽ നോമ്പിന്റെ തകരാറൊന്നും ഉണ്ടാവില്ല. എന്താ റഫീഖ് നോമ്പില്ലേ? എന്റെ നോമ്പിലൊന്നും പറയണ്ടേ. ഞാൻ ഇന്നലെ വീട്ടിൽ പോയി എന്റെ കുഞ്ഞുമോനെ, എന്നിട്ടോ അത്താത്തിന് ചോറ് വെച്ചതേ അവളെ കണ്ടിക്കുള്ളൂ. പിന്നെ കിട്ടണ്ടിയെല്ലാം കിട്ടി, മാങ്ങട്ടിയെല്ലാം വാങ്ങി അപ്പാട് ഉറങ്ങിപ്പോയി. 8 മണിക്കാ ഉറക്കഴിഞ്ഞ്. പിന്നെന്താക്കോന രണ്ടാളും കണക്കിയല്ലേ, നോമ്പില്ല. അതെ പിന്നെന്താക്കോനാന്ന് ചോദിക്കുന്നത്. മോനെ എന്റെ നോമ്പിനൊരു കുഴപ്പമില്ല കേട്ടോ.
റമദാൻ രാത്രി പെണ്ണുങ്ങളെ വെട്ടിച്ച് ഇഞ്ഞി മോന്തിക്ക് കുളിക്കാണ്ട് അത്താഴത്തിന്റെ ചോറും വെച്ച് നോമ്പ് നിയത്ത് ചെയ്ത് കിടന്ന് ഇഞ്ഞുവിന്റെ പെണ്ണുങ്ങളും സുബൈ ബാങ്ക് കൊടുത്തിട്ട് ആ കുളിക്കുന്ന നോമ്പിന് ഒരു ദോഷവും ഉണ്ടാവൂലേ പമ്പാ? നോമ്പ് നോക്കാണ്ട് നിക്കല്ലേ. ലം യഖ്ദിഹി സൗമുദ്ദഹർ. റമദാന്റെ ഒരു പകലത്തെ നോമ്പ് ഒരു മനുഷ്യന് കിട്ടിയില്ല എങ്കിൽ അതെടുക്കാൻ പറ്റും, എടുത്തില്ല, അങ്ങനെ നഷ്ടപ്പെട്ടാൽ ലം യഖ്ദിഹി സൗമുദ്ദഹർ. ഈ ഒരു ദിവസത്തിന് പകരം ഒരു കൊല്ലം ഫുള്ളായി നോമ്പെടുത്താൽ റമദാനിലുള്ള ഒരു ദിവസത്തെ നോമ്പിന്റെ പുണ്യം അതിന് കരസ്ഥമാവുകയില്ല കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ച ആണും പെണ്ണുമൊക്കെ. ഇത് രക്തം പരിപൂർണ്ണം നിന്ന് എനിക്ക് ഉറപ്പാ. ഞാൻ അത്താഴത്തിന്റെ നോമ്പാട് നീത്തിച്ച് സൗകര്യണ്ടേ കുളിച്ചോ, അതാ നല്ലേ. സ്വബിയായിട്ടാ കുളിക്കുന്ന ഒരു പ്രശ്നവുമില്ല. കുളിക്കുക, അപ്പുറത്തെ കണ്ടത്ത് പോണോ, മാപ്പിള ഗൾഫിലാ, 1-2 ചെറിയ കുഞ്ഞുങ്ങളേ ഉള്ളൂ. ഈ 5 അടിക്കൊക്കെ അപ്പുറം പോകാനാവൂല. കറണ്ടില്ലാത്തതുകൊണ്ട് മോട്ടർ അടിച്ചുകൂടാ, വെള്ളവുമില്ല. എന്നാൽ ഞാൻ അത്താഴത്തിന്റെ ചോറിന് നോമ്പ് നീയത്തിയെത്തിച്ച് കിടന്നോ നബീസോ? എന്റെ സ്വബിയാവുമ്പോൾ എല്ലാം കൊടുത്ത് നേരം വെളുത്തതിന് ശേഷം കുളിച്ചാൽ മതി. ഹൈദിന്റെ നിർബന്ധമായ കുളി. അപ്പൊ ഹൈദുണ്ടായിട്ട് രക്തം നിന്നാൽ കുളിക്കുന്നതിന്റെ മുൻപ് നോമ്പിൽ പ്രവേശിക്കാം. സ്വബിയാദിന്റെ ശേഷം കുളിച്ചാൽ മതി. അതാ ജനാബത്തിൻ, ജനാബത്ത് കുളി, ഹൈദ് കുളി പോലെ കുളികൾ ഫജ്ർ സാദിഖ് നമ്മ കുളിക്കൽ ഒരു പ്രത്യേകം സുന്നത്താണ്. ഭക്ഷണത്തിന്റെ സ്വാദ് നോക്കൽ റമദാൻ മാസത്തിന്റെ പകൽ നോമ്പുള്ള വ്യക്തി അതൊന്ന് ഒഴിവാക്കണം. സ്വാദ് നോക്കണ്ട, സ്വാദ് നോക്കണ്ട. കൂട്ടാനൊക്കെ ഉപ്പ് ഇളക്കിയിട്ട് വേഗം ഉപ്പുണ്ടോടെ, ഉപ്പുണ്ട്. അങ്ങനെ നോക്കല്ലുമ്മ, അങ്ങനെ നോക്കല്ല. നല്ലോണം മധുര ടേലായിക്കോളെ. ചായ ബാങ്ക് കൊടുത്ത പാടിന് മാപ്പിള ചായ ഇട്ടണ്ടിയാണേ. ചായ ലേലാക്കി എന്നിട്ടോ ഇനി മധുരം ഉണ്ടോളെ. മമ നിങ്ങൾ നോമ്പ് നേരിട്ട് അങ്ങനെ മധുരണ്ടോ പുളിപ്പുണ്ടോ നോക്കല്ലേ. അഥവാ നോമ്പ് പറഞ്ഞ് കുടിച്ചിട്ട് മധുരം കുറവാ, കുറച്ച് പഞ്ചാരമാണെന്ന് പറഞ്ഞ പോക്കറങ്ങി എന്നോടോട് ദേഷ്യം പിടിക്കണോ? ഇതാക്കളെ കൂട്ടാൻ ഉപ്പില്ലാത്ത കലമ്പല്ല പമ്പ. ഓക്ക് നോമ്പി എന്നല്ലേ, എനിക്കും നോമ്പി എന്നല്ലേ. ജമീല എന്റെ മുത്ത് മൊളത്തിന് ഉപ്പിൻ കൊടുത്ത ഒമ്പത്തിയെ എന്തൊരു കേട്ടാത്തലൊക്കെ സന്തോഷമായി പോവല്ലേ എന്ന് പറയും. വരാറേ ഇങ്ങനത്തെ ഒരു കൊണലൊരു ഭർത്താൻ എന്നെ കെട്ടിയാല 4 മക്കളെനിക്ക്. എന്നെ കെട്ടിയാൽ ഇങ്ങനത്തെ ഒരു കേക്കോ കൂടെ എന്റെ മാപ്പിള പറഞ്ഞിട്ടില്ല. നീ പറയണേ മാപ്പിളെ. ഇന്റെ എല്ലാ സന്തോഷ പെരുമാറ്റവും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പെരുമാറണം. ഇന്ന് അന്യ പെണ്ണുങ്ങളോട് കൊഞ്ചലും കളിക്കലും രസവും തമാശയൊക്കെ അതല്ല ശരി. നീയും നിന്റെ ഭാര്യയുമായി സുഖിച്ചോ, സന്തോഷിച്ചോ, സന്തോഷ വർത്തമാനങ്ങൾ പറഞ്ഞു. അനാ ഖത്തസിലു വന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഇനാഇൻ വാഹിദിൻ. ആയിഷ ബീവി പറഞ്ഞു, ഞാനും അല്ലാഹുവിന്റെ റസൂലും രാവിലെ ജനാബത്ത് കുളിക്കാൻ ഞങ്ങൾ ഉപയോഗിക്കാറ് സാധാരണ ഒരു ബക്കറ്റ് വെള്ളം, അത് മുക്കാൻ ഒരു പാത്രം. യസ്ബിഖുൻ നബി, അല്ലാഹുവിന്റെ റസൂൽ ആദ്യം ഒരു പാട്ട വെള്ളം മുക്കി റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ പാർന്നു. 2ാമത് പാട്ട കൊണ്ട് റസൂൽ മുക്കുമ്പോ ഖുൽതു ദഅനി ദഅനി യാ റസൂല, ഇങ്ങോട്ട് കൊണ്ടുവരവിയ പാട്ട. എന്റെ മേത്ത് പൊടിപാട്ടൊന്നും കുളിക്കുന്നതല്ല, തങ്ങള് കാരണം ഞാൻ കുളിക്കേണ്ടി വന്നേ. ഇവിടെ ഞാൻ പാരട്ടെ. റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് പാട്ടയും വെള്ളവും വാങ്ങി ആയിഷ ബീവി ശരീരത്തിലൊഴിക്കുന്നു. എന്തൊരു റാഹത്തുള്ള ജീവിതം. അങ്ങനെ ഒരു ദിവസം നീയും ഭാര്യ ഒന്നിച്ച് കുളിച്ചോ വമ്പ? ഒരു ദിവസം ഇന്ന് വരെ 2-3 മാസം ഒരു ദിവസം ഒന്നിച്ച് നിങ്ങൾ കുളിച്ചോ? കുളിച്ച് 2 തോർത്തിയതിന്റെ ശേഷം ആയിഷ ബീവിയും അല്ലാഹുവിന്റെ റസൂലും ഒരു കോപ്പ കാലിയാഫ് കുടിക്കും. ആയിഷ ബീബി 2 ഗ്ലാസ്സിൽ കുടിവെള്ളമല്ല കൊണ്ടുവരുന്നത്, 1 ഗ്ലാസ്സിലെ കാലത്തെ കാലിയാഫ് കൊണ്ടുവരും. റസൂലുള്ളാഹിന്റെ ഹദറ ഇതേ കുടിക്കുന്ന ചായ ഉണ്ടോന്നുണ്ടേ. അസ്റബുൽ ഖബൂഖ, കാലത്തെ കുടിക്കുന്ന ആ ചായ അസ്റബുൽ ഖബൂഖ ഞാനൊന്ന് മോണ്ട് കുടിക്കും. ഇതാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന് പ്രിയപ്പെട്ട ആയിഷ ബീവി എന്ന ഭാര്യ കയ്യിൽ കൊടുത്താൽ ഫയഫാഹു അലാ മൗദിഇ ഫിയ, ആ ഗ്ലാസിൽ എന്റെ ചുണ്ട് എവിടെ തൊട്ടിയോ അവിടെ ചുണ്ട് തൊട്ടിച്ചുകൊണ്ട്
അല്ലാഹുവിന്റെ റസൂല് കുടിച്ചിരുന്നു. എന്തൊരു സുഖകരമായ ജീവിതം! വലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഖുർആനാണ്. മുസ്ലിമീങ്ങളെ, എന്റെ ഉമ്മത്തിമാരെ, റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അത് മാതൃകയാക്കണം. ഇതുവരെ അങ്ങനെ ജീവിച്ചില്ലെങ്കിൽ ഇനിയെങ്കിലും എന്റെ ഭാര്യ ഭർത്താക്കന്മാരെ ഭാര്യയും ഭർത്താവുമായി സുഖജീവിതത്തിൽ ജീവിക്കണേ, സുഖസുന്ദരമായി ജീവിക്കണേ. അത് കാണാൻ ഉമ്മാക്കും ഇപ്പാക്കും ഇഷ്ടമുണ്ടായിരിക്കണം. ഭർത്താവിന്റെ ഉമ്മാക്കും ഉപ്പാക്കും അത് പ്രോത്സാഹിപ്പിക്കുന്നതിനേക്കാൾ ഇഷ്ടമുണ്ടാകണം. ചിലക്ക് കണ്ടുകൂടാ. എന്താ കുഞ്ഞോളാ, പെണ്ണുങ്ങളാന്ന് പടക്കോത്ത് കഴുത്ത് കെട്ടുന്ന ഞാനൊന്നും മാപ്പിളക്ക് പാടിക്കില്ലേനോ, നന്നായിട്ട് കുളിക്കുന്നോ, അങ്ങനൊന്നും പറയല്ലോ മാമ. നീ സന്തോഷിക്ക്. നിന്റെ മോൻ ഒരു പെണ്ണിനെ കല്യാണം ചെയ്തിട്ട് അവർ ഒന്നിച്ച് കുടിക്കുന്നു, ഒന്നിച്ച് കുളിക്കുന്നു. നീ സന്തോഷിക്കൂ. ഇത്തിബാഉ റസൂലാണ്. റസൂലുള്ളാഹിന്റെ ജീവിത രീതി ജീവിതത്തിൽ പകർത്തുകയാണ്. മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. എന്റെ ജീവിത രീതി ഒരു മുസ്ലിമായ ആണോ പെണ്ണോ മഹബത്ത് വെച്ചാൽ ഫഖദ് അഹബ്ബനി, അവൻ എന്നെയാണ് ഇഷ്ടം വെക്കുന്നത്. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. എന്നെ മഹബത്ത് വെച്ചാൽ അവൻ എന്നോടുകൂടി സ്വർഗത്തിലാണ്. പരിശുദ്ധ റമദാൻ മാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. വമദ്ഗിന ബിൽ ഖുബ്സ് ലിത്ഫിലിൻ. കുട്ടികൾക്ക് വേണ്ടി പത്തിരി പോലത്തത് നോമ്പുള്ള ആള് ചമച്ചു കൊടുക്കുക. അതിനെ തൊട്ട് സൂക്ഷിക്കണം. ചെറിയ കുഞ്ഞുങ്ങൾക്ക് രാവിലെ വിട്ടോ കുഞ്ഞെണീച്ച് കരഞ്ഞി ഒരു 10 ചായ കൊടുത്താണ് തണിച്ചിട്ട് എന്നാ കുഞ്ഞെനിക്കില്ലുമ്പോ എന്തോ കൂട്ടെ ഇന്നലത്തെ കുഞ്ഞ് പതങ്ങ എടുത്തോ. ഇന്നലെ നോമ്പോക്കം ഉണ്ടാകുമ്പോൾ കൊച്ചിപ്പത്തല ഉരച്ചുവയ്ക്കുണ്ടാവൂലേ, ഉമ്മ വേഗം എടുത്തിട്ട് ഒന്നും എടുക്കുക. അങ്ങനെ ബായിലെ കുഞ്ഞിപ്പത്തിൽ ചമച്ച് കൊടുക്കല്ല ബമ്പ. എനിക്ക് നോമ്പല്ലേ. അമ്മീം പെട്ടെന്നങ്ങ് അരച്ചിയാളാ, അമ്മീം പെട്ടെന്നങ്ങ് അരച്ചിയാളാ. എന്നാ അതിന്റെ കട്ടിയങ്ങ് പോവും, ഒരങ്ങ് പോവും. പത്തിരി പോലോത്തത് ബായിലിട്ട് നോമ്പുള്ള വ്യക്തി ചമക്കുക. ഒന്നും ഇറങ്ങുന്നൊന്നുമില്ല. അത് റമദാൻ നോമ്പിന്റെ പകൽ ഗുണമുള്ളതല്ല. ഇങ്ങനെ ഒരുപാട് സംഗതികൾ നോൻപിനെ പറ്റി ഇനിയും സംസാരിക്കാനുണ്ട്. ഇനി നോൻപ് ബാത്തിലായി പോകുന്ന കുറെ സംഗതികളാണ് 10 സംഗതി. അത് കഴിഞ്ഞ പ്രാവശ്യം എന്റെ ക്ലാസ്സിൽ കുറെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ ബാക്കി ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കേൾക്കാം. തറാവിഹി നമസ്കാരത്തിനെ സംബന്ധിച്ച്, അതിലുള്ള തുടർച്ചയെ സംബന്ധിച്ച് വിശദമായൊരു ക്ലാസ് അടുത്ത ഞായറാഴ്ച നിങ്ങൾക്ക് കേൾക്കാം. മൊത്തം 2 ഞായറാഴ്ചയും കൂടി മാത്രമേ റമദാന്റെ മുൻപുള്ള ക്ലാസ് ഉണ്ടാകൂ. ഒന്നുകിൽ നോൻപിന്റെ തലേ ദിവസമോ മറ്റോ ആയിരിക്കും. എനിക്ക് വരാൻ കഴിഞ്ഞെന്ന് വരില്ല. 2 ക്ലാസ് കൂടി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഇന്നൊരാളൊരു സംശയം ചോദിച്ചിരുന്നു. അത് വിശദമായി പറയേണ്ട സംഗതിയായതുകൊണ്ട് അത് പറയാത്തത് കൊണ്ടാണ്. അത് ജുമാ നമസ്കാരത്തിൽ തുടരുന്നതിനെ സംബന്ധിച്ചാണ്. ഇൻഷാ അല്ലാഹ് അദ്ദേഹം അടുത്ത ഞായറാഴ്ച ക്ലാസ്സിനുണ്ടാകണം. വിശദമായ ആ കാര്യം കിതാബ് മുമ്പിൽ വെച്ച് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കേൾക്കാം. എനിക്കിന്ന് രാത്രി വേറുള്ളത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. റഹ്മാനും റഹീമുമായ രാജസീതായ പടച്ചവനെയും ഇന്നിവിടെ വന്ന എല്ലാവരെയും, ആണിനെയും പെണ്ണിനെയും, ദുന്യാവിലും ആഖിറത്തിലും സുഖസന്തോഷമായ ജീവിതത്തിൽ തന്നെ നീ നിലനിർത്തണേ തമ്പുരാനെ. ആർക്കും ഒരു പ്രയാസമുണ്ടാകുന്ന രൂപത്തിലല്ല, ഒരു രോഗങ്ങളും ഞങ്ങൾക്ക് വരാതിരിക്കണേ അല്ലാഹ്. സിഹത്തും ആഫിയത്തും ആരോഗ്യവുമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ റഹ്സുമാൽ. അത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. മാരകമായ